എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യം, കവിത, കഥ, ഉപന്യാസം, നോവൽ എന്ന് പറയുന്ന പേപ്പറിലെ ക്രാഷ് കോഴ്സിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കവിതകളുണ്ട്, കഥകളുണ്ട്, ഉപന്യാസങ്ങളുണ്ട്, 2 നോവലുകളുണ്ട്. നമുക്കൊന്ന് സിലബസ് നോക്കിയതിന് ശേഷം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പ്രമേയത്തിലും കലാതന്ത്രത്തിലും ജീവിത ദർശനത്തിലും സംഭവിക്കുന്ന കാലാനുക്രമമായ പരിവർത്തനങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് 1880-കൾ മുതൽ ഈ പറയുന്ന വർത്തമാനകാലത്ത് എത്തി നിൽക്കുന്ന മലയാള സാഹിത്യത്തിലെ കഥാകവിത, ഉപന്യാസങ്ങൾ, കവിത അതിനു മുമ്പും കവിതകളുണ്ട് എങ്കിൽ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, അതായത് 1980-കൾ മുതൽ ഈ പറയുന്ന 2025 വരെയുള്ള കാലഘട്ടത്തിൽ കലയുടെ പ്രമേയ രീതിയിലും കലയുടെ രൂപത്തിലും നവോത്ഥാന കാലത്തും ആധുനികതയിലും ഉത്തരാധുനികതയിലും വന്ന മാറ്റങ്ങൾ, ജീവിത ദർശനങ്ങളിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് കഥയെയും കവിതയെയും നോവലിനെയും ഉപന്യാസങ്ങളെയും സ്വാധീനിച്ചെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാഠപുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത്. ആധുനിക കാലം മുതൽ വർത്തമാന കാലം വരെയുള്ള സാഹിത്യത്തെ പരിചയപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കഥകളാണെങ്കിൽ നവോത്ഥാനകാല കാതികരുടെ കാലം മുതൽ വർത്തമാനകാലം വരെയുള്ള കഥകളുടെ ചരിത്രത്തെയാണ് ഇതിനകത്ത് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് വരുന്ന നവോത്ഥാന കാലം എന്താണ്, നവോത്ഥാന കാല കഥകളുടെ സവിശേഷതകൾ, വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന കഥയെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്ന കഥയെയും, വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാടിൻ്റെ കഥാകാരനായിട്ടുള്ള തകഴിയുടെ കഥയാണ്, പിന്നെ ബഷീറിൻ്റെ കഥയാണ് ജന്മദിനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കഥകൾ എങ്ങനെയാണ് നവോത്ഥാന കാലത്തുള്ള കഥകളുടെ സവിശേഷതകൾ അതിനകത്ത് വരുന്നുള്ളത്. പിന്നെ ആധുനിക കഥകളെ കുറിച്ച് നമ്മൾ നോക്കുന്നു. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രമേയത്തിലും കലാതന്ത്രത്തിലും ജീവിത ദർശനത്തിലും സംഭവിക്കുന്ന കാലാനുക്രമമായ പരിവർത്തനങ്ങൾ മനസ്സിലാക്കുന്നു. ഉപന്യാസം എന്ന് പറയുന്നൊരു സാഹിത്യ രൂപം മലയാളത്തിൽ രൂപപ്പെട്ടു വന്നത് ഈ ഒരു 1850-കൾക്ക് ശേഷമാണ്. പ്രത്യേകിച്ച് കേരളവർമ്മ തിരുവിതാംകൂർ പാഠക പുസ്തക സമിതിയുടെ ചെയർമാൻ ആയതിനു ശേഷമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ എഴുതുകയും അതിനെ തുടർന്നൊക്കെയാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള ഉപന്യാസങ്ങൾ രൂപപ്പെടുകയും, പ്രത്യേകിച്ച് ഒരു 1990-കളിലൊക്കെ ധാരാളമായിട്ട് ഉപന്യാസങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ആ കാലഘട്ടത്തിൽ കേരളവർമ്മ മണ്ഡല വിമർശനം നടത്തുകയും ഈ പറയുന്ന CP അച്യുതമേനോൻ ഖണ്ഡന വിമർശനമൊക്കെ നടത്തി. നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഉപന്യാസം ചർച്ച ചെയ്ത് നമുക്ക് പറയാം. അതുപോലെ മലയാള നോവൽ ഈ പറയുന്ന രീതിയിലേക്ക്, ഈ പറയുന്ന പാശ്ചാത്യമായിട്ടുള്ളൊരു സാഹിത്യ രൂപമാണ് നോവൽ എന്ന് പറയുന്നത്. ആ പാശ്ചാത്യമായ സാഹിത്യ രൂപത്തെ നമ്മൾ സ്വീകരിക്കുകയും ആ ഒരു സ്വീകരണത്തിലൂടെയാണ് നമ്മൾ നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപം മലയാളത്തിലേക്ക് എത്തുന്നത്. ആദ്യ കാലഘട്ടത്തിൽ പുൽമോനിയെന്നും കോരണെന്നും പേരായ 2 സ്ത്രീകളുടെ കഥ, അതുപോലെ തന്നെ ഗാഥകവധം മുതലായ നോവലുകളാണ് തുടക്കകാലത്ത് ഉണ്ടാകുന്നുള്ളത്. പിന്നീട് ഈ പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമുക്ത നോവൽ എന്ന് പറയുന്ന ഇന്ദുലേഖ, ചന്തുമേനോൻ്റെ ഇന്ദുലേഖ ഉണ്ടാവുന്നു, കുന്തലത ഉണ്ടാവുന്നു, ശാരദ വരുന്നു, CVയുടെ രാമരാജ ബഹദൂർ, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന 3 ഈ പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചരിത്ര നോവലുകൾ ഉണ്ടാവുന്നു. മാർത്താണ്ഡവർമ്മ അക്ബർ എന്ന് പറയുന്ന ഡച്ച് നോവൽ അതിൻ്റെ വിവർത്തനം ചെയ്യുന്നു. സരസ്വതി വിജയം, പോത്തരി കുഞ്ഞുവിൻ്റെ സരസ്വതി വിജയവും ജോസഫ് മൂളിയുടെ സുകുമാരി പോലുള്ള ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയും ഈ പറയുന്ന ദളിത് മനുഷ്യരുടെ ജീവിതവും പ്രമേയമാക്കുന്ന നോവലുകൾ വരുന്നു. അങ്ങനെ നോവലുകൾ, ഈ തുടങ്ങുന്ന നോവലുകൾ ഒരു 1930-കളിൽ ചെറുകഥയുടെയും അതുപോലെ തന്നെ, ഇതൊക്കെ ഞാനൊരു ആമുഖമായിട്ടാണ് പറയുന്നത്, ചെറുകഥയുടെയും അതുപോലെ തന്നെ മലയാള നോവലിൻ്റെയും സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് നവോത്ഥാന കാലഘട്ടമാണ്. ഒരു 1930-കൾ മുതൽ ഒരു 1960-കൾ വരെയുള്ള കാലഘട്ടം. തകഴിയും കേശവദേവും കാരൂറും പൊൻകുന്നം വർക്കിയും ബഷീറും കേശവദേവും ഉറൂബും സരസ്വതി അമ്മയും അടക്കമുള്ള SK പൊറ്റക്കാടും അടക്കമുള്ള ഏറ്റവും മികച്ച കുറച്ച് എഴുത്തുകാരൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല നല്ല കഥകളും നല്ല നല്ല നോവലുകൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ആ നോവലുകൾ പിന്നീട് ഈ പറയുന്ന ആധുനികതയിലെത്തി 1960-കളിൽ MTയും രാജലക്ഷ്മിയും മാധവിക്കുട്ടിയൊക്കെ എഴുതാൻ തുടങ്ങി. പിന്നെ N പ്രഭാകരൻ പിന്നീട് ഒരു 80-കളിൽ എത്തുന്ന സമയത്ത് N പ്രഭാകരനും അതുപോലെ ആനന്ദും പിന്നെ നാരായൺ, ഈ ദളിത് നോവലുകളിൽ പ്രധാനപ്പെട്ട ഒരു നോവലാണ് കൊച്ചേരത്തിയൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കവിതയിൽ നമുക്ക് ആധുനികതയുടെ കാലം മുതൽ വർത്തമാനകാലം വരെയുള്ള മലയാള കവിതാ സാഹിത്യത്തെ പരിചയപ്പെടുക എന്ന് പറയുന്നതാണ് ആധുനികതയിൽ. അപ്പോൾ മലയാള കവിതയിൽ ഈ പറഞ്ഞ പ്രമേയപരമായിട്ടും കലാതന്ത്രത്തിലും ഒക്കെ വന്ന മാറ്റങ്ങൾ നമുക്ക് ആ കവിതകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിഷുക്കണി, അതുപോലെ വയലാർ രാമവർമ്മയുടെ എനിക്ക് മരണമില്ല, സുഗതകുമാരിയുടെ അമ്പലമണി എന്ന് 3 കവിതകളാണുള്ളത്.
പിന്നെ അതുപോലെ മൂന്നല്ല, അതുപോലെ അയ്യപ്പ പണിക്കരുടെ നാടെവിടെ മക്കളെ, റഫീഖ് അഹമ്മദിൻ്റെ ആൾമറ, പിന്നെ ബീരാൻകുട്ടി ഇൻസ്റ്റാളേഷൻ എന്ന കവിതകളാണ് അതിനകത്ത് വരുന്നത്. കഥകളാണെങ്കിൽ ഈ നവോത്ഥാന കാലം മുതലുള്ള കഥകളുടെ കാലം മുതൽ വർത്തമാനകാലം വരെയുള്ള കഥകളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നെ ആ കഥകൾ നോക്കുകയാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം, തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ, അത് രണ്ട് നവോത്ഥാനകാല നോവലുകൾ കഥകളാണ്. അത് ചോദ്യപേപ്പറിൽ വരാം. അതുപോലെ മാധവിക്കുട്ടിയുടെ കോലാട്, സാറാ ജോസഫിൻ്റെ പാവത്തറ, എം മുകുന്ദൻ്റെ ഡൽഹി 1981, UK കുമാരൻ്റെ റെയിൽ പാളത്തിലിരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്നതാണ്. ഉപന്യാസങ്ങളാണെങ്കിൽ ഈ പറയുന്നത് സത്യവും സൗന്ദര്യവും എന്ന് പറയുന്ന കുട്ടികൃഷ്ണമാരാരുടെ ഒരു ഉപന്യാസമുണ്ട്, സാഹിത്യ വിദ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത്. ജോസഫ് മുണ്ടശ്ശേരി കാളിദാസൻ കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന കൃതി, KP അപ്പൻ്റെ ആദർശ മാനവികതയുടെ സംഗീതം എന്ന് പറയുന്ന ഗുരുവിന് ചരിത്രത്തെ അഗാധമാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. അതുപോലെ സമാന്ത സാഹിത്യം വി സി ശ്രീജൻ്റെ സമാന്ത സാഹിത്യം എന്നിവയാണ്. പിന്നീട് നമുക്ക് രണ്ട് നോവലുകളാണ് പഠിക്കാനുള്ളത്, A-B, അതുപോലെ തന്നെ കോവിലൻ്റെ A-Bയും നാരായണൻ്റെ കൊച്ചേരത്തിയും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നോവൽ സാഹിത്യത്തിൽ വരുന്ന A-Bയും കൊച്ചേരത്തി എന്ന് പറയുന്ന രണ്ട് നോവലുകളാണ്. നമ്മൾ ഈ പാഠഭാഗത്തു നിന്ന് വന്ന ചില ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, കൊലപാതകത്തിന് ശമ്പളം ലഭിക്കുന്ന ഏക ഇടം പട്ടാളമാണെന്ന് തിരിച്ചറിയുന്ന കഥാപാത്രം ഏതെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. A-B എന്ന പാഠമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. A-B എന്ന് പറയുന്നത് കോവിലൻ്റെ നോവലാണ് A-B. കോവിലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഈ പാഠഭാഗത്ത് നിന്നൊരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കാം. A-B എന്ന പാഠഭാഗത്ത് നിന്നൊരു ചോദ്യം പീറ്റർ നായക് സേവാ സിംഗിൻ്റെ ഒരു കാര്യമാണ്. അദ്ദേഹം നാട്ടിൽ പണത്തിന് വേണ്ടി കൊലപാതകം നടത്തിയ ഒരാളായിരുന്നു. പട്ടാളത്തിൽ സുരക്ഷിതനായി കഴിയുന്ന സേവാ സിംഗ്. അപ്പോൾ കൊലപാതകത്തിന് ശമ്പളം ലഭിക്കുന്ന ഏക ഇടം പട്ടാളമാണെന്ന് തിരിച്ചറിയുന്ന ആരെന്ന ചോദ്യത്തിന് ഉത്തരം പീറ്റർ നായക് സേവാ സിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചത്, ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും ദുർഗുണങ്ങൾ പഠിച്ചവനാണ് മുത്തയ്യ, വിശദീകരിക്കുക. അത് ഈ പറയുന്ന നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് മുത്തയ്യ എന്ന് പറയുന്നത്. അതായത് ഈ A-B എന്ന് പറയുന്ന നോവൽ മലയാളത്തിലെ ആദ്യത്തെ പട്ടാള നോവലാണ്. നമ്മൾ സാധാരണഗതിയിൽ നോവലുകളെ പല വിഭാഗങ്ങളായി തരംതിരിക്കാറുണ്ട്. ആധുനിക നോവൽ, ആദ്യകാല നോവലുകൾ, നവോത്ഥാനകാല നോവലുകൾ, സ്ത്രീപക്ഷ നോവലുകൾ, കുട്ടികൾക്കുള്ള നോവലുകൾ, പരിസ്ഥിതി നോവലുകൾ, ചരിത്ര നോവലുകൾ, ഇത്തരം പലതരം അല്ലെങ്കിൽ ഈ പറയുന്ന പലതരം നോവലുകളുണ്ട്. അപ്പോൾ ഈ 1960കളിൽ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്ന ഒരു നോവൽ ചിന്തകളാണ് പട്ടാള നോവലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ ഒരു പട്ടാളക്കാരനായിരുന്നു കോവിലൻ എന്ന് പറയുന്നത്. അപ്പോൾ മലയാള സാഹിത്യത്തിൽ കോവിലൻ ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ടതും അതല്ലാത്തതായ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ് A-B എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്കൊക്കെ കടക്കാതിന് മുമ്പ് മറ്റൊരു ചോദ്യം ഇതിനകത്ത് നിന്ന് വന്നത്, ഒന്ന് ഈ പറയുന്ന ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും ദുർഗുണങ്ങൾ പഠിച്ചവനാണ് മുത്തയ്യ എന്ന് പറയുന്ന ചോദ്യം. അതുപോലെ നോവലിന് A-B എന്ന പേര് സ്വീകരിക്കാനിടയായ കഥാതന്തു എന്താണ്? അപ്പം ഇത്തരം പ്രധാനപ്പെട്ട ഒരു 8 മാർക്കുള്ള ചോദ്യങ്ങൾ ഈ ഒരു നോവൽ ഭാഗത്ത് നിന്ന് നമുക്ക് വന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊക്കെ ചോദിച്ച ചോദ്യം A-B എന്ന നോവൽ രചിച്ചത് ആരെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതേ പാഠഭാഗത്ത് നിന്ന് തന്നെ ആരാണ് A-B എന്ന ഇത് രചിച്ചത്? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഈ ഒരു പേപ്പറിൽ കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. 6 നോവലുകളും 5 നോവലുകളും 12ഓളം ഉപന്യാസങ്ങളും 12ഓളം ചെറുകഥകളടക്കം ഒരുപാട് പാഠങ്ങൾ പഠിക്കണം. 10-25ഓളം പാഠങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുറച്ച് പാഠങ്ങൾ മാത്രം പഠിക്കാനുള്ളത് കൊണ്ട് ഈ പറയുന്ന പാഠങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ A-B എന്ന നോവലിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കോവിലൻ ആരെന്ന് നോക്കാം. മലയാള സാഹിത്യത്തിൽ കോവിലൻ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നോവൽ സാഹിത്യത്തിൽ തോറ്റങ്ങളും തട്ടകവും അടക്കമുള്ള മലയാളത്തിലെ പ്രശസ്തമായ ഒരുപാട് നോവലുകൾ എഴുതിയ ഒരു എഴുത്തുകാരനാണ്. മലയാള സാഹിത്യത്തിൽ ഗോത്രതനിമ എന്ന് പറഞ്ഞ ഒരു അനുഭവവേദ്യം എഴുത്തിൽ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരനാണ് കോവിലൻ എന്ന് പറയുന്നത്. അദ്ദേഹം ധാരാളമായിട്ട് പട്ടാള ജീവിതം പ്രമേയമാക്കിയ കഥകൾ രചിച്ചു.
നാട്ടുവഴക്കങ്ങളും മിത്തുകളും ഇടകലർന്ന കോവിലൻ്റെ ഭാഷ മലയാളത്തിന് പുതിയൊരു അനുഭവമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കോവിലിൻ്റെ മുഴുവൻ പേരെന്തെന്ന് നോക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കോവിലിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് കണ്ടാണശ്ശേരി വട്ടയംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. കോവിലിൻ്റെ മുഴുവൻ പേരെന്താ? വൺ വേർഡിന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. കണ്ടാണശ്ശേരി വട്ടയംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് പട്ടാള കഥകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 1960-കൾക്ക് ശേഷം ആധുനികതയുടെ കാലഘട്ടത്തിൽ നോവലിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് ആധുനികത എന്ന് പറയുന്നത്. നമുക്ക് നവോത്ഥാനകാല നോവലുകൾ പഠിക്കാനില്ല. ആദ്യകാല നോവലുകളാണെങ്കിൽ ഭാഷാപരമായിട്ടും ഒക്കെ ഒരു പാശ്ചാത്യമായിട്ടുള്ള ഒരു നോവലിൻ്റെ അനുകരണമാണെന്ന് പറയാൻ സാധിക്കും. രണ്ടാം ഘട്ടത്തിൽ വരുന്ന നവോത്ഥാനകാല നോവലുകൾ മനുഷ്യരുടെ ആ കാലഘട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിനെ കുറിച്ചുള്ള നോവലുകളായിരുന്നു. അയൽക്കാർ പോലുള്ള കേശവദേവിൻ്റെ നോവലുകൾ വ്യക്തികളെക്കാൾ ഉപരി ഒരു സമൂഹത്തിൽ, ഫ്യൂഡൽ സമൂഹത്തിൽ ജന്മിത്വം തകരുകയും ആ ഫ്യൂഡൽ സമൂഹവും ജന്മിത്വവും ഒക്കെ തകരുകയും പുതിയ പുതിയ സമുദായങ്ങളിൽ വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് കാണിച്ചിരുന്നുള്ളത്. അതേപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി കേന്ദ്രിതമാകാതെ സാമൂഹിക കേന്ദ്രിതമായിട്ടുള്ള ഒരു കഥാതന്തുവാണ് നവോത്ഥാന കാലഘട്ടത്തിൽ എഴുത്തുകാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന നവോത്ഥാന കാലത്തുള്ള ഈ പറയുന്ന പലതരം ചിന്തകളുണ്ട്. ആ ചിന്തകൾക്ക് ശക്തി പകരുക എന്ന രീതിയിലേക്കുള്ള നോവലുകൾ ബഷീറും ഉറൂബും കേശവദേവും പൊറ്റക്കാടൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ആധുനികതയിൽ വരുന്ന സമയത്ത് ഈ ആധുനികത എന്ന് പറയുന്നത് ഒരു 1940-കളിൽ ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ കാഫ്ക, കാമു മുതലായവർ മുന്നോട്ട് വെച്ചൊരു ചിന്താ പദ്ധതിയാണ്, രാഷ്ട്രീയ പദ്ധതിയാണ് എന്ത് പറയുന്നത്, ആധുനികത എന്ന് പറയും. അതായത് ഈ പറയുന്ന ലോകമഹായുധങ്ങൾക്കൊടുവിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച പാശ്ചാത്യർക്ക് ആ രീതിയിലേക്കുള്ള ഒരു അനുഭവം അല്ല രൂപപ്പെട്ടത്. അത് അവരെ കടുത്ത നിരാശയിലേക്ക് അവരെ നയിച്ചു. എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന രീതിയിലേക്ക് അവർ ധാരാളമായിട്ട് വളരെയധികം ദുഃഖിക്കാൻ തുടങ്ങി. അപ്പോൾ മരണം അല്ലെങ്കിൽ മൃത്യു, പിന്നെ ഈ പറയുന്ന സ്വത്വ പ്രതിസന്ധി, അസ്തിത്വ ബോധം, അസ്തിത്വ ദുഃഖം മുതലായ കാര്യങ്ങൾ ഈ പറയുന്ന കാലഘട്ടത്തിലെ ആളുകൾക്ക് അനുഭവപ്പെട്ടു. നമുക്ക് ഈ എം ടിയുടെ നോവലുകൾ എടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എം ടിയുടെ മഞ്ഞ് പറഞ്ഞൊരു ബോധധാര നോവലുണ്ട്. എന്താണ് ബോധധാര എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ബോധധാര നമുക്ക് ഈ നോവൽ A-B എന്നൊരു ബോധധാര സമ്പ്രദായത്തിൽ എഴുതിയ നോവലാണ്. എം ടിയുടെ മഞ്ഞിലെ വിമലാജി അല്ലെങ്കിൽ ഈ പറയുന്ന എം ടിയുടെ ഏത് നോവൽ എടുത്തു കഴിഞ്ഞാൽ, നാലുകെട്ടും കാലവും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജലക്ഷ്മിയുടെ ഒരു വഴിയും കുറേ ഇടയിലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ അതിനകത്ത് അത് കഥാപാത്ര കേന്ദ്രിതമായിട്ടുള്ള ഒരു നോവൽ എഴുത്താണ്. ഈ പറയുന്ന ആധുനികതയുടെ സ്വഭാവം എന്നത് വ്യക്തി കേന്ദ്രിതമാണ്. എഴുത്തെന്ന് പറയുന്നത് നോവലായി കഴിഞ്ഞാൽ, ഏതൊരു സാഹിത്യ രൂപമായി കഴിഞ്ഞാൽ വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്, വ്യക്തിയുടെ അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്, വ്യക്തിയുടെ സ്വത്വ പ്രതിസന്ധിക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, അവന് നേരിടുന്ന വെല്ലുവിളികൾ, അവൻ അതിനെങ്ങനെയാണ് മറികടക്കുന്നത് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ആധുനികതയിൽ വരുന്ന നോവലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പട്ടാള സാഹിത്യം അല്ലെങ്കിൽ ഈ പട്ടാള കഥകൾ എന്ന സാഹിത്യശാഖ ഉടലെടുക്കുന്നത് കാണാൻ പറ്റും. അല്ലെ, പട്ടാളക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അല്ലെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വലിയൊരു സ്വാധീനം പട്ടാളത്തിനുണ്ട്. അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരായിരിക്കും. അല്ലെ, നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് പലതരത്തിലുള്ള യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് അടക്കമുള്ള ഒരുപാട് ഓപ്പറേഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാജ്യസുരക്ഷക്കാർ ജീവിതം ഒഴിഞ്ഞു വെച്ച ഇവരുടെ കഥകൾ നാം സിനിമയിൽ കണ്ടിട്ടുണ്ട്, സാഹിത്യത്തൊക്കെ ആയിട്ട് കണ്ണും കേട്ട് പരിചരിച്ചിട്ടുണ്ട്. അല്ലെ, സാധാരണ എന്തൊരു തമാശക സിനിമയിൽ പറയുന്നുണ്ട്. അല്ലെ, പട്ടാളത്തു നിന്ന് വരുന്ന ആളുകൾ പട്ടാള കഥകൾ ഇത് വെടായി പറയുന്ന രീതിയിലേക്ക് പറയാറുണ്ട്. അല്ലേ, അപ്പോൾ ഈ പറയുന്ന സേവനം മതിയാക്കിയിട്ട് തിരികെ എത്തുന്ന ഓരോ പട്ടാളക്കാരനും വലിയൊരു കഥാസമ്പത്തുമായിട്ടാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ പട്ടാള കഥകൾ കേൾക്കാനുള്ള ജനതയുടെ താല്പര്യത്തിൽ നിന്നാണ് പട്ടാള കഥകൾ എന്ന സാഹിത്യശാഖ ഉടലെടുക്കുന്നത്. അപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് പട്ടാള കഥകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പട്ടാള കഥകൾ എഴുതാൻ 5 പേരുണ്ട്. നന്ദനാർ, പാറപ്പുറത്ത്, വിനയൻ, ഏകലവ്യൻ, കോവിലൻ എന്ന് പറയുന്നത്. ഇത് തൂലികാ നാമങ്ങളാണ് കേട്ടോ. കാരണം അവർ പട്ടാള ജീവിതത്തിനിടയിലാണ് എഴുതിയത്. പട്ടാള ജീവിതത്തിനിടയിൽ എഴുതുന്ന സമയത്ത് അവർക്ക് ആ സ്വന്തം പേരിൽ എഴുതാനുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പറയുന്ന നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അവർ തൂലികാ നാമങ്ങളിലാണ് അവരുടെ സാഹിത്യ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് കോവിലൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് പട്ടാള കൃതികൾ രചിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മലയാള സാഹിത്യത്തിന് ഗ്രാമ്യ ഭാഷയുടെ ചൂടും ചൂരുമുള്ള കഥകളിലൂടെ ഒരു നവഭാവുകത്വം സൃഷ്ടിച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം പറയുന്നത്.
നാട്ടുജീവിതത്തിൻ്റെ ചുളിവുകളിലൂടെയും ചെരിവുകളിലൂടെയും കോവിലിൻ്റെ കഥയും നോവലും സഞ്ചരിക്കുകയും ജാതീയതയും അസ്പൃശ്യതയും അന്ധവിശ്വാസങ്ങളും അതുപോലെ വികാര വിചാരങ്ങളും നിറഞ്ഞ ഒരു കേരളീയ ഗ്രാമങ്ങളുടെ ഒരു വിറങ്ങലിച്ച ജീവിത പ്രാന്തങ്ങളിലേക്ക് തൻ്റെ എഴുത്തിനെ കോവിലൻ തിരിച്ചുവിട്ടെന്ന് കാണാൻ പറ്റും. ഇദ്ദേഹം പറയുന്ന പോലെ ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ ഒരു അനാദൃശ്യ പാടവമുള്ള ഒരു ആഖ്യാനമാണ് കോവിലിൻ്റെ പല രചനകളെന്ന് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നോവലിന് മറ്റൊരു പ്രത്യേകത ഗ്രാമ്യതയും ഗോത്രഭാവങ്ങളും ഇണചേരുന്ന സാഹിത്യത്തിൻ്റെ കരുത്തുള്ള സ്ഥലികളായിട്ടും അത് വായിക്കപ്പെട്ടിട്ടുണ്ട്. കോവിലൻ VV അയ്യപ്പൻ എന്ന പേര് കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. VV അയ്യപ്പൻ എന്ന പേര് കൂടി അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. വ്യക്തിജീവിതം ദാർശനിക ഉൾക്കാഴ്ചയോടെ വിലയിരുത്തിയ ആധുനിക നോവലിസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് കോവിലൻ എന്ന് പറയുന്നത്. അപ്പോൾ ആധുനികത എന്നൊരു ചിന്താ പദ്ധതി ഈ ക്രാഫ്റ്റിൽ എഴുത്തിൽ സ്വീകരിക്കുകയും റിയലിസം അല്ലെങ്കിൽ ഈ പറയുന്ന യഥാതഥം എന്ന ചിന്താധാരയെ ഒരേ സമയം നിരാകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട്, അതായത് റിയലിസം എന്ന് പറയുന്നത് ഈ പറയുന്ന നവോത്ഥാന കാല നോവലുകളുടെ പ്രത്യേകതയാണ്. ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ അതേപടി പകർത്തുകയാണ് റിയലിസത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഒരേ സമയം അതിനെ നിരാകരിക്കുകയും എന്നാൽ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രത്യേക ദാർശനിക ഉൾക്കാഴ്ചയോടെ വിലയിരുത്തിയ ഒരു എഴുത്തുകാരനാണ് കോവിലൻ എന്ന് പറയുന്നത്. യാഥാർത്ഥ്യത്തിൻ്റെ സ്പർശം കലർന്ന മൃദുവായിട്ടുള്ള ഒരു കാൽപ്പനിക ഭാവമാണ് അദ്ദേഹത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ വൈകാരിക വിക്ഷുബ്ധമായിട്ടുള്ളൊരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംഘർഷഭരിതമായിട്ടുള്ള വൈയക്തിക പ്രശ്നങ്ങളുടെയും പോയകാല ജീവിതത്തെ പറ്റിയുള്ള ദുഃഖസ്മരണകളിലൂടെ ആവിഷ്കാരമായിട്ട് അദ്ദേഹത്തിൻ്റെ രചനകളെ, കോവിലൻ്റെ രചനകളെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയാം. അപ്പോൾ ഒരുപാട് അനുഭവത്തിൻ്റെ വലിയൊരു അനുഭവമുണ്ട്. കാരണം അദ്ദേഹം പട്ടാളക്കാരനായിട്ടുള്ള ഒരു അനുഭവം, പല ദേശങ്ങളിൽ ഉള്ള വലിയൊരു അനുഭവത്തിൻ്റെ, അതുപോലെ അധീശവർഗത്തിൻ്റെ ശാസനങ്ങൾക്ക് വഴങ്ങാത്തൊരു മനസ്സിന്, അതായത് ഈ പറയുന്ന അദ്ദേഹം ഇന്ത്യൻ പട്ടാളക്കാരനായിരുന്നു, സ്വാഭാവികമായിട്ടും അധീശവർഗത്തിൻ്റെ ശാസനങ്ങൾക്ക് വഴങ്ങാത്ത ഒരു ധീരനായ ജവാനായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ശക്തമായ മനസ്സിൻ്റെ ഉടമ കൂടിയായിരുന്നു കോവിലൻ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുന്നത് അത് പരീക്ഷയ്ക്ക് ചോദിക്കുക ഒരു പലം മനയോലയാണ്. 1957 പുറത്തിറങ്ങിയ ഒരു പലം മനയോല എന്നതാണ് കോവിലൻ്റെ ആദ്യത്തെ സമാഹാരം, കഥാസമാഹാരം എന്ന് പറയുന്നത്. അതുപോലെ ഈ ജീവിതം അനാഥമാണെന്നൊരു കഥാസമാഹാരവും നിൻ്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കുമെന്ന് പറയുന്ന നാടകത്തെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നോവലുകൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ മനുഷ്യനായിരുന്നു, ഒരു കഷ്ണം അസ്ഥി, വേണ്ടാങ്കടി, തേർവാഴ്ചകൾ, പിത്തം, ശകുനം, ആദ്യത്തെ കഥകൾ, സുജാത, തിരഞ്ഞെടുത്ത കഥകൾ, കോവിലിൻ്റെ കഥകൾ എന്നിവയാണ്. അപ്പോൾ ഇത്തരം ഇവരുടെ കഥകളെ കുറിച്ചൊന്നും അധികം ചോദ്യങ്ങൾ ഉണ്ടാവില്ല. എങ്കിലും ഈ പറയുന്ന പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ടും രചനാരീതി കൊണ്ടും സവിശേഷമായതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളെന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം മലയാളി അതുവരെ കാണാത്ത, മലയാളി അതുവരെ ശീലിക്കാത്ത ഒരു ഭാവുകത്വ പരിസരത്തെ സൃഷ്ടിച്ച ഒരാളാണ്. അതായത് മലയാളിയുടെ ഭാവുകത്വ ശീലത്തെ തന്നെ മാറ്റിമറിച്ചൊരു എഴുത്തുകാരനാണ് കോവിലൻ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രധാനമായിട്ട് 4 നോവലുകളാണ് പട്ടാള കഥ വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത്. ഒന്ന് A-B, താഴ്വരകൾ, ഹിമാലയം, 7 മഠങ്ങൾ എന്നിവയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു 2 നോവലുകളാണ് തോറ്റങ്ങൾ, തട്ടകം എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന നമ്മുടെ സംസ്കാരത്തെയും അനുഷ്ഠാനങ്ങളെയും ദേശസംസ്കൃതിയുടെയും ഒരു ആഖ്യാനം ഉൾക്കൊള്ളുന്ന കൃതികളാണ് തോറ്റങ്ങളും തട്ടകവും എന്ന് പറയുന്നത്. നവീനമായ രചനാശൈലിയും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്ന ഭരതൻ ജന്മാന്തരം എന്ന് പറയുന്ന നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബാർഡ് ഔട്ട്, തറവാട്ട് എന്നീ നോവലേറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു അനുഭവ സമ്പത്തിൽ നിന്നാണ് അദ്ദേഹം A-B എന്ന് പറയുന്നത് ഒരു കൃതി രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ A-B അടക്കമുള്ള നോവലുകളിലെ കഥാബീജം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മിലിറ്ററിയിൽ ജോലി എടുക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളിലുള്ള ചുറ്റുപാടുകൾ, അല്ലേ, പട്ടാളത്തിലെന്ന് പറയുന്നത് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള, വ്യത്യസ്ത മതത്തിൽ പെടുന്ന, വ്യത്യസ്ത ജാതിയിൽ പെടുന്ന, വ്യത്യസ്ത സംസ്കാരം ഉൾക്കൊള്ളുന്ന, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ കൂടിച്ചേരുന്നൊരു ഇടമാണ്. അവിടെ ഈ പറയുന്ന വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളുള്ള പട്ടാളക്കാരുടെ ജീവിതവ്യഥകൾ, ജീവിതത്തിൻ്റെ നിരർത്ഥകതയോടുള്ള തികഞ്ഞ നിസ്സംഗതയുമാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണുന്നത്. ഇന്നത്തെ പോലെ പട്ടാളക്കാർക്ക് പട്ടാളത്തിൽ പോകുന്ന ഒരാൾ തിരിച്ചു വരുന്ന ഒരു തരത്തിലും ഉറപ്പില്ലാതെയാണ് അന്ന് പട്ടാളത്തിലേക്ക് പോകുന്നത്. കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനങ്ങൾ കുറവാണ്. ഇന്നത്തോലെ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത സമയമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ ആ സമയത്ത് ധാരാളം യുദ്ധങ്ങളും കൂടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. 1947 മുതൽ
ഒരു 73 വരെയുള്ള അല്ലെങ്കിൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു 5 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് മാത്രമല്ല ഈ പറയുന്ന കൊടും തണുപ്പും കാലാവസ്ഥയും പല പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെയാണ് ഈ ആധുനികതയുടെ ആ ഒരു ചിന്തയും കടന്നു വരുന്നത്. കാരണം ജീവിതത്തിൻ്റെ നിരർത്ഥകത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മൃത്യു എന്ന് പറയുന്നൊരു കാര്യമൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പട്ടാളം എന്ന് പറയുമ്പോൾ അവിടെ ജാതിയോ മതമോ ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമില്ലാതെ എല്ലാവരും തുല്യമായിട്ട് കാണുന്ന ഒരു രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടമാണ് പട്ടാളം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ അവർ സാധാരണ മനുഷ്യരാണ്. ഈ മനുഷ്യരനുഭവിക്കുന്ന ഈ നിസ്സംഗതയും അവരുടെ ജീവിതത്തിൻ്റെ വ്യതകളും ഒക്കെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ അതിൻ്റെ കഥാപാത്രങ്ങൾ വളരെ ലോലകൃതരായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അധികാര മേൽക്കോയ്മയോട് സന്ധിയില്ലാത്ത സമരത്തിന് മുതിരുന്ന ഒരു കൂട്ടരെ നമുക്കൊരു കഥാപാത്രങ്ങളെ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കോവിലൻ്റെ തോറ്റങ്ങളും A-Bയും ഏഴാം മടങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചില കഥാപാത്രങ്ങൾ നമ്മൾ സവിശേഷമായ വ്യക്തിസത്വം ഉയർത്തിപ്പിടിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. തോറ്റങ്ങളിൽ ഉണ്ണിമോൾ എന്ന് പറയുന്നൊരു കഥാപാത്രം, നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് ഇതിനകത്ത് ഒന്നിലധികം കഥാപാത്രങ്ങളുണ്ട്. ഒന്നിലധികം കഥാപാത്രങ്ങൾ ഇതിനകത്തുള്ള മുത്തയ്യ ആയിക്കഴിഞ്ഞാലും പിന്നെ സേവാസിംഗ് ആയിക്കഴിഞ്ഞാലും ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ സ്വന്തം വ്യക്തിസത്വം ഉയർത്തിപ്പിടിക്കുന്ന കഥാപാത്രമാണ്. ഇത് ആധുനികതയുടെ പ്രത്യേകതയാണ്. ആധുനികത ഈ പറഞ്ഞ പോലെ ഈ A-B എന്നൊരു നോവല് നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുകയായിരുന്നില്ല. മറിച്ച് എന്താണ്, ആ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക്, പട്ടാളം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഈ പറയുന്ന ആധുനികതയിലെത്തിയ സമയത്ത് അവിടുത്തെ വ്യക്തികളുടെ വ്യക്തിസത്വം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് മിത്തും യാഥാർത്ഥ്യവും കൂട്ടിയിണക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം നമുക്ക് എന്തിൽ കാണാൻ പറ്റും? തട്ടകം പോലുള്ള കൃതികളിൽ കാണാൻ വേണ്ടി പറ്റും. ചെറിയ നർമ്മം കലർത്തിയിട്ട് കഥ പറയുന്ന ബഷീറിൻ്റെ രചനാരീതി, സംഭാഷണമല്ലാത്ത സംഭാഷണങ്ങൾ കഥ പറയുന്ന VK-ൻ്റെ ചാട്ടുളി ശൈലിക്കും ഇടയിലാണ് കോവിലിൻ്റെ ഭാഷ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം കോവിലിൻ്റെ ഭാഷയെ കുറിച്ചിട്ട്. അപ്പോൾ ബഷീറിൻ്റെ കൃതികൾ ചെറിയൊരു നർമ്മം കലർത്തിയിട്ട് കഥ പറയുന്ന രീതിയാണ് ബഷീറിനുള്ളത്. VK-നാണെങ്കിൽ സംഭാഷണമല്ലാത്ത സംഭാഷണങ്ങളുടെ കഥ പറയുന്നതാണ് VK-ൻ്റെ ചാട്ടുളി ശൈലി. VK-ൻ്റെ ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ, ഇന്ത നിമിഷം മുതൽ സെത്ത് പോകും വരേക്കും നീ ഇന്ത പത്രത്തോട് റെസിഡൻറ്റ് എഡിറ്റർ ഉനക്ക് എന്നെ വേണം. എനിക്ക് അത് പിന്നെ ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ എന്നൊരു കഥയത്തെ ഒരു വെങ്കടേഷ് അയ്യങ്കാരോട് പത്രസ്വാമി പറയുകയാണ്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നത്, ഉനക്ക് എന്നെ വേണം, എനിക്ക് ചീഫ് റിപ്പോർട്ടർ ആവണം. ചീഫ് റിപ്പോർട്ടർ എന്നാ സിന്ന പോസ്റ്റ്, ഉനക്ക് അതുക്ക് അപ്പുറം എന്നെ വേണം, ഉങ്ങൾ കൽപ്പിച്ചാൽ പോതും. ഇത് കഥ മലയാളത്തിലെ കഥയാണ്. അപ്പോഴാണ് പറയുന്നത്, ഇന്ത നിമിഷം മുതൽ സെത്ത് പോകും വരേക്കും നീ ഇന്ത പത്രത്തോട് റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭാഷണമല്ലാത്ത സംഭാഷണങ്ങൾ കഥ പറയുന്ന VK-ൻ്റെ ചാട്ടുളി ശൈലിക്കും ഇടയിലാണ് കോവിലിൻ്റെ ഭാഷ എന്ന് കാണാൻ പറ്റും. അത് ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും നേരിയ അതിർവരമ്പുകളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ബഷീറിനെ കുറിച്ച് ബഷീറിൻ്റെതായ വ്യാകരണം ഉള്ളത് പറയുന്ന പോലെ ഈ പറയുന്ന ഒരു പ്രത്യേക വ്യാകരണ വ്യവസ്ഥ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരനാണ് കോവിലൻ എന്ന് പറയുന്നത്. പരുഷവും ചടുലവുമായിട്ടുള്ള ശൈലിയും വേർപെട്ട് നിൽക്കുന്ന വിശദീകരണങ്ങളും ആവർത്തിക്കുന്ന പദങ്ങൾ ഇവ കൊണ്ട് സ്വന്തമായൊരു വ്യാകരണ വ്യവസ്ഥ തന്നെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പട്ടാളത്താവളമാണ് കോവിലൻ്റെ നോവലുകളിൽ പ്രധാനപ്പെട്ട ഒരിടം എന്ന് പറയുന്നത്. ഇപ്പോൾ സൈനിക ജീവിതത്തെ പശ്ചാത്തലമാക്കിയിട്ട് പാറപ്പുറവും നന്ദനാരൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ പാറപ്പുറത്തിൻ്റെ പണിതീരാത്ത വീട്, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, നന്ദനാരുടെ ആത്മാവിൻ്റെ നോവുകൾ, ഏകലവ്യൻ്റെ കല്ല് മുതലായ നോവലുകൾ സൈനിക പശ്ചാത്തലത്തിലുള്ളതാണ്. A-B എന്ന് പറയുന്ന 1958 എഴുതിയ നോവലാണ്. ഹിമാലയ എന്ന് പറയുന്ന 1973 എഴുതിയ നോവലാണ്. താഴ്വരകൾ 1969, ഏഴാം മടങ്ങൾ 1965. അത് കോവിലിൻ്റെ പട്ടാള നോവലുകളാണ്. അപ്പോൾ നമ്മൾ നോവലിൽ കിടക്കുകയാണെങ്കിൽ അധികാരത്തിൻ്റെ നിരവധി ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സൈന്യം എന്ന് പറയുന്നത്. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ മർദ്ദനോപകരണങ്ങളിൽ ഒന്നാണ് പട്ടാളം എന്ന് പറയുക. കൃത്യമായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ അത് വലിയൊരു ആപത്താവും. ഇപ്പോൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ കാണുന്നില്ലേ, അതുപോലെ. അപ്പോൾ ഒരു അധികാരത്തിൻ്റെ നിരവധി ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈന്യം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിച്ചിട്ട് സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഭാഗ്യധർമ്മത്തോടൊപ്പം തന്നെ അധികാരത്തിൻ്റെ നിത്യനിരീക്ഷണത്തിന് കീഴിൽ ജനതയെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ആന്തരിക ധർമ്മം കൂടി സൈന്യം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ പട്ടാളക്കാരെ സ്വത്വമുള്ള വ്യക്തികളായിട്ടല്ല ക്രമവൽക്കരിക്കപ്പെടുന്നതും പ്രയോഗമൂല്യം മാത്രമുള്ളതായിട്ടുള്ള ശരീരമായിട്ടാണ് അധികാരം ഉപയോഗിക്കുന്നത്, അല്ലേ? അവിടെ ഈ പറയുന്ന പട്ടാളത്തിൽ ആ വ്യക്തികളുടെ വ്യക്തിസത്തക്കോ ഒന്നും പ്രാധാന്യമില്ല. മറിച്ച് എന്താണ്, അവർ
ഉപയോഗിച്ച് പട്ടാളത്തിൽ യുദ്ധം ചെയ്യാനുള്ള പ്രയോഗ മൂല്യത്തിന് മാത്രമാണ് പട്ടാളത്തിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ പൗരസമൂഹത്തിൽ നിന്ന്, സാധാരണ ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഓരോ സൈനിക താവളവും രാഷ്ട്രമെന്ന മഹാസ്ഥലത്തിൻ്റെ അസ്തിത്വം നിലനിർത്താൻ അധികാരത്തെ സഹായിക്കുന്നുണ്ട് അല്ലേ. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വലിയൊരു അല്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ദേശമാണ്, ഓരോ ദേശവും വളരെ വലുതാണ്. അപ്പോൾ ഈ രാഷ്ട്രം എന്ന് പറഞ്ഞൊരു മഹാസ്ഥലത്തിൻ്റെ അസ്തിത്വത്തെ നിലനിർത്താൻ അധികാരത്തെ സഹായിക്കുന്നത് പട്ടാള താവളങ്ങളാണ്. അതോടൊപ്പം സംഭവിക്കുന്നതൊക്കെ ഈ പറയുന്ന രാഷ്ട്രത്തിൻ്റെ അസ്തിത്വത്തെ നിലനിർത്തുന്നതോടൊപ്പം ഈ പറയുന്ന പട്ടാളത്തിലുള്ള മനുഷ്യർ നേരിടുന്ന കഠിനമായ സ്വത്വ പ്രതിസന്ധിയും ജീവിത കാമനകളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും സ്വത്വത്തിൽ നിന്നും നിരന്തരം അന്യവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ പഠനങ്ങൾ കൂടിയാണ് കോവിലൻ്റെ A-B അല്ലെങ്കിൽ മറ്റ് നോവലുകളെന്ന് കാണാൻ പറ്റും. അപ്പം രാഷ്ട്രവും അധികാരവും തമ്മിലുള്ള ബന്ധം പട്ടാള ക്യാമ്പുകളെ മുൻനിർത്തിയിട്ടാണ് കോവിലൻ അവതരിപ്പിക്കുന്നത്. വി രാമകൃഷ്ണൻ അതിർത്തി യുദ്ധങ്ങളുടെ സമീപ ദൃശ്യങ്ങൾ എന്ന് പറയുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യ എന്ന വികാരവും ഇന്ത്യ എന്ന അഭിനവ സ്വതന്ത്ര രാഷ്ട്രവും വ്യത്യസ്ത മാനസിക സ്ഥലങ്ങളാണ്. ഇവ തമ്മിലുള്ള അകൽച്ച രാഷ്ട്രം എന്ന ആശയത്തോട് തന്നെ ഉഭയഭാവം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര സമൂഹങ്ങളിൽ, അത് പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റിയിൽ പൗരന്മാർ നിത്യ ജീവിതത്തിൽ ഈ ഉഭയഭാവം അറിയുന്നത് രണ്ട് തരം ശക്തികൾ തമ്മിലുള്ള സംഘർഷമായിട്ടാണ്. സാമൂഹിക ബന്ധങ്ങൾ നൽകുന്ന സാന്ത്വനവും വർഗവ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന പരിക്കുകളും തമ്മിൽ, സ്ഥാപനങ്ങൾ നൽകുന്ന സുരക്ഷിതത്വവും അവയിലെ ഉദ്യോഗസ്ഥ മേധാവിത്വം സൃഷ്ടിക്കുന്ന അനീതിയും തമ്മിൽ, നീതിന്യായത്തിൻ്റെ സാധ്യതകളും നിത്യജീവിതത്തിൽ നേരിടുന്ന അന്യായവും തമ്മിൽ. അപ്പോൾ കോവിലൻ്റെ നോവലുകളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന പ്രമേയം ഈ പറയുന്ന സംഘർഷത്തിൻ്റെതാണ്. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്ന സംഘസത്തയും അതിൻ്റെ നിഗ്രഹാത്മകമായിട്ടുള്ള അധികാര പ്രമദത്തെയും തമ്മിലുള്ള സംഘട്ടനമാണ് ഹിമാലയം, ഏഴാമഠങ്ങളും A-B മുതലായിട്ടുള്ള കൃതികൾ അർത്ഥവത്താക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു മഹാസ്ഥല വ്യവഹാരത്തിന് വേണ്ടി നൽകപ്പെടുന്ന വിലയാണ് കോവിലൻ്റെ പട്ടാള കൃതികളിലെ മനുഷ്യജീവിതം എന്ന് പറയുന്നത്. ആ കഥാപാത്രങ്ങളുടെ ഗ്രാമീണവും വൈകാരികവുമായ സ്ഥലാനുഭവങ്ങളും തൃഷ്ണകളും അധികാരത്തിൻ്റെ സ്ഥല വ്യവഹാരത്തിന് മുന്നിൽ ബലിയർപ്പിക്കപ്പെടുന്നത് കാണാൻ പറ്റും. അപ്പോൾ അധികാരവും സ്ഥലം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പഠനങ്ങളായിട്ട് കോവിലൻ്റെ നോവലുകൾ മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യൻ പട്ടാളക്കാരുടെ കഥ പറയുന്ന നോവലാണ് A-B എന്ന് പറയുന്നത്. ജീവിതത്തിൽ പലതരത്തിലുള്ള തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ പട്ടാളക്കാരുടെ നിരർത്ഥകമായ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന നോവലാണ്. എന്നിട്ട് പ്രധാനപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് കാർപ്പൻ്റർ മുത്തയ്യ, ഈ പറഞ്ഞ പോലെ ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്ന് ദുർഗുണങ്ങൾ പഠിച്ച മുത്തയ്യ. അതുപോലെ തന്നെ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന മലയാളി, ഡ്രൈവർ നിരഞ്ജൻ സിംഗ്, നായക് വിദ്യാധരൻ, നായക് സേവാ സിംഗ് മുതലായവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. സൈന്യം എന്ന് പറയുന്നത് വ്യത്യസ്ത സാംസ്കാരിക വൈവിധ്യവും പ്രാദേശിക സ്വത്വങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു ഇടമാണ് അല്ലേ. നമ്മൾ ഈ പറയുന്ന തമിഴനെന്നും മലയാളിയെന്നും ഹിന്ദിക്കാരനെന്നും ബംഗാളിയെന്നും ബിഹാറിയെന്നും നമ്മൾ മനുഷ്യന്മാരെ പലതായി തിരിക്കാറുണ്ട്. എന്നാൽ പട്ടാളം എന്ന് പറയുന്ന വ്യവസ്ഥക്കകത്ത് ഇത്തരം ഭേദങ്ങളില്ല. പക്ഷേ അതിനകത്ത് കടക്കുമ്പോൾ ഇത്തരം ഭേദങ്ങൾ അതിനകത്ത് ഉണ്ട് താനും. അപ്പോൾ ഈ ഭേദങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യത്യസ്തതകൾ എങ്ങനെ, അല്ലെങ്കിൽ പ്രാദേശിക സ്വത്വങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് ഇന്ത്യൻ ദേശീയത എന്നൊരു ബോധത്തിൽ അധിഷ്ഠിതമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് ആ വ്യക്തികൾക്ക് സ്വന്തം വ്യക്തിത്വത്തെ നഷ്ടമാകുന്ന ഒരു കാഴ്ച ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നോവലിലെ കഥാപാത്രങ്ങളുടെ സവിശേഷതകളും വൈവിധ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നോവലിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ചിത്രീകരിച്ചത് നോക്കേണ്ടതുണ്ട്. അപ്പം മനുഷ്യ ജീവിതത്തിൽ പട്ടാളക്കാരിൽ അനുഭവിക്കുന്ന ദുരന്താത്മകമായൊരു കാര്യത്താണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോവലിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ബോധധാര സങ്കേതത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്. ബോധധാര സങ്കേതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഒരു നോവലാണ് ഈ പറയുന്ന A-B എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബോധധാര എന്ന് ചോദിക്കാം. വ്യക്തികളുടെ മനോവ്യാപാരങ്ങൾ, അനുഭൂതികൾ എന്നിവയെ ഉൾക്കൊള്ളിക്കുന്നതിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പുറം ലോകത്തെത്തിക്കുകയും വായനക്കാരനെ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാക്കി അനുഭവവേദ്യമാക്കുന്നതുമായ ഒരു രചനാ രീതിയാണ് ബോധധാര സങ്കേതം എന്ന് പറയുന്നത്. എന്താണ്? വ്യക്തികളുടെ മനോവ്യാപാരങ്ങൾ, അനുഭൂതികൾ എന്നിവയെ ഉൾക്കൊള്ളിക്കുന്നതിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പുറം ലോകത്തെത്തിക്കുന്നതും വായനക്കാരനെ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാക്കി അനുഭവവേദ്യമാക്കുന്നതുമായ ഒരു രചനാ രീതിയാണ് ബോധധാര സമ്പ്രദായം എന്ന് പറയുന്നത്. ഇത് മലയാളത്തിൽ ആദ്യമായിട്ട് ബോധധാര സമ്പ്രദായത്തിൽ എഴുതിയത് പോഞ്ഞിക്കര റാഫിയാണ്. പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗദൂതൻ എന്ന് പറയുന്ന ഒരു നോവലാണ് മലയാളത്തെ ആദ്യത്തെ ബോധധാര നോവൽ എന്ന് പറയുന്നത്. മറ്റൊരു ബോധധാര നോവൽ നിങ്ങൾ ഏറ്റവും കേട്ടിട്ടുണ്ടോ, ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു നോവലാണ് MTയുടെ മഞ്ഞ് എന്ന് പറയുന്ന നോവൽ. അത് ഈ ബോധധാര നോവലാണ്. അപ്പോൾ ഈ ബോധധാര എന്ന് പറയുന്നൊരു ആശയം ആരാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ജോയ്. അപ്പോൾ ഈ എന്താണ് ബോധധാര എന്ന് നോക്കണം. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്.
ജെയിംസ് ജോയ്സും വെർജീനിയ വൂൾഫ് എന്നൊരു ഫെമിനിസ്റ്റ് സൈദ്ധാന്തികയാണ്. അവർ രണ്ടുപേരും പ്രയോഗിച്ചതാണ് ബോധധാര എന്ന് പറയുന്ന ഒരു സാഹിത്യ പദം. എന്താണ് ബോധധാര എന്ന് പറയുന്നത് ഉപയോഗിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയ്സും വെർജീനിയ വൂൾഫും എന്നവരാണ്. അപ്പോൾ ഭീകരമായിട്ടുള്ള ഒരു വൈകാരികാഘാതം അനുഭവിക്കുന്ന കഥാപാത്രങ്ങളുടെ മാനസിക നിലയെ വ്യവഹരിക്കാനാണ് ഈ നോവലുകളിൽ ഈ ഒരു സങ്കേതത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ നോവലിനകത്തുള്ള സേവാ സിംഗിനെ പോലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് അവർ കടന്നു പോകുന്ന മതിഭ്രമങ്ങൾ അടയാളപ്പെടുത്തുന്നത് ബോധധാര എന്ന സങ്കേതം മുഖേനയാണ്. അപ്പോൾ ഈ ഹിംസയെ അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസിനെ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഏത് രീതിയിൽ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ വിശദീകരണമാണ് A-B എന്ന് പറയുന്നത്. കാരണം ഇതിനകത്തുള്ളൊരു ചോദ്യം അങ്ങനെയാണ്, എന്താണ് കൊലപാതകത്തിന് ശമ്പളം ലഭിക്കുന്ന ഏക ഇടം പട്ടാളമാണെന്ന് സേവാ സിംഗ് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ ഹിംസ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസിനെ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഏത് തരത്തിലാണ് രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്, വിശദീകരണമാണ് A-B എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോവലിനകത്ത് ദേശീയതയെ പരോക്ഷമായി പ്രതിനിധാനം ചെയ്യുന്ന ജനാധിപത്യ വ്യവസ്ഥയിലെ മാനവിക അപജയത്തിൻ്റെ ധാരണയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എഴുതപ്പെട്ട കാലത്തിൻ്റെ പരിതസ്ഥിതികളോടും അതിൻ്റെ സാമൂഹിക ബോധങ്ങളോടും കൃത്യമായ ഇടപെട്ട പുസ്തകമാണ് A-B എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിലേക്ക് കാലൂന്നിയ സ്വതന്ത്ര ഇന്ത്യയിലെ പൗരൻ്റെ അതിലോലമായിട്ടുള്ള ധാർമ്മിക സ്വത്വ പ്രതിസന്ധികൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് ഇന്ത്യൻ ദേശീയതയുടെ വൈകാരികതയിൽ ചേർന്നു നിൽക്കുന്ന ഒരു കൃതിയാണ്. അതോടൊപ്പം എന്നാൽ അതേ സമയത്ത് തന്നെ ഇന്ത്യൻ പൊതുബോധത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അപരസ്വത്വം മിലിറ്ററിക്ക് നൽകിക്കൊണ്ട് അതിനകത്ത് വരുന്ന തൊഴിലധിഷ്ഠിത ജാതി മത സാംസ്കാരിക ലിംഗ വിഭജനങ്ങളെ തീർത്തും തള്ളിക്കളയുന്ന ഒരു ശൈലിയാണ് നോവലിനായിട്ട് കോവിലൻ കൈകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ KS രവികുമാർ ഈ നോവൽ A-Bക്ക് നൽകുന്നൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് പട്ടാള ചരിത്രത്തിൻ്റെ അറിയപ്പെട്ട ഏടുകളിലെല്ലാം യുദ്ധമുണ്ട്, പട്ടാളവും പാളയങ്ങളുമുണ്ട്. മനുഷ്യ ചരിത്രത്തിൻ്റെ അറിയപ്പെടുന്ന ഏടുകളിലെല്ലാം യുദ്ധമുണ്ട്, പട്ടാളവും പാളയങ്ങളുമുണ്ട്. ഇതിഹാസങ്ങളുടെ പ്രമേയം മിക്കവാറും എല്ലാം തന്നെ യുദ്ധമാണ്. മനുഷ്യൻ്റെ സഹജ വാസനകളിൽ ഒന്നാണ് സംഹാരം. ഹിംസ അവൻ്റെ ജീനുകളിൽ ഉറങ്ങുന്നു. എന്നാൽ കൊലയ്ക്ക് ശമ്പളവും സംരക്ഷണവും കൊടുക്കുന്ന വ്യവസ്ഥ പട്ടാളം മാത്രമാകുന്നു. സ്വാഭാവികമായിട്ടും അതൊരു അടിമ വ്യവസ്ഥയാകുന്നു. മുകളിൽ നിന്നുള്ള ഒരുവനെ അനുസരിക്കുക എന്നത് മാത്രമാകുന്നു അതിൻ്റെ നീതിശാസ്ത്രം. ഇത്തരമൊരു വ്യവസ്ഥയിൽ ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിലെ അംഗങ്ങളിൽ ചിലരെങ്കിലും ഭാഗഭാക്കാക്കുന്നത് ആ അടിമ ഉടമ ബന്ധത്തിൻ്റെ വരണ്ട മാനവീകരണത്തെ എഴുത്തുകാരൻ എങ്ങനെ നേരിടുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് A-B എന്ന് പറയുന്നത്. ഒഴിവാക്കപ്പെടലുകളുടെയും കുറ്റബോധത്തിൻ്റെയും ചിന്തകളുടെയും അന്തർസംഘർഷങ്ങൾ ആവിഷ്കരിക്കുന്ന വേദനകളുടെ പുസ്തകമാണ് A-B എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ബന്ധശ്രദ്ധമായ പട്ടാള വ്യവസ്ഥയുടെ ഗർഭത്തിലുള്ള മാനുഷിക സംഘർഷങ്ങൾ വിശദീകരിക്കുന്നു എന്ന ഒരു കാരണമാണ് നോവലിൻ്റെ പ്രാമുഖ്യത്തെ വർദ്ധിപ്പിക്കുന്നുള്ളത്. അപ്പോൾ പട്ടാളക്കാരുടെ ജീവിതത്തെ ആവിഷ്കരിച്ച ആദ്യത്തെ മലയാള നോവലാണ് A-Bയുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം. എന്നാൽ അതേ സമയത്ത് തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അധികാര രാഷ്ട്രീയ ദേശീയ ബിംബങ്ങൾ അവതരിപ്പിക്കാൻ ഈ നോവൽ ശ്രമിക്കുന്നില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ നോവൽ ഈ പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ പട്ടാള നോവലാണെങ്കിൽ തന്നെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ അധികാരത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടോ ദേശീയ ബിംബങ്ങളൊന്നും അവതരിപ്പിക്കാൻ ഈ നോവൽ ശ്രമിക്കുന്നില്ല. മറിച്ച് എന്താണ്, പകരം സാമൂഹിക ജീവി എന്ന നിലയിൽ, ഇത് ആധുനികതയുടെ പ്രത്യേകതയാണ്, സാമൂഹിക ജീവി എന്ന നിലയിൽ ഓരോ പട്ടാളക്കാരനും ചുമക്കുന്ന തീർത്തും വ്യക്തിപരമായിട്ടുള്ള വേദനകളെയാണ് നോവൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രവും വളർച്ച നേടുന്നത് അവർ അനുഭവിക്കുന്ന ഇത്തരം വ്യക്തി കേന്ദ്രിതമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയാണ്. ഇപ്പോൾ കാർപ്പൻ്റർ മുത്തയ്യ ആയാലും, തോമസ് ചെറിയാനായി കഴിഞ്ഞാലും, ഡ്രൈവർ നിരഞ്ജൻ സിംഗ് ആയിക്കഴിഞ്ഞാലും, നായക വിദ്യാധരനായി കഴിഞ്ഞാലും, നായക സേവാ സിംഗ് മുതലായിട്ടുള്ള നോവലിലെ മുഴുവൻ കഥാപാത്രങ്ങളും വേദനയിലൂടെ നടന്നെത്തുന്നത് ജീവിതം എന്തിനെന്ന അല്ലെങ്കിൽ ജീവിതത്തിന് നിരർത്ഥകമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഈ ഒരു നിരർത്ഥകത തന്നെയാണ് ജീവിതത്തിൻ്റെ പൂർണ്ണതയും എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കടന്നു പോകുന്ന അവസ്ഥകളിലൂടെ ജീവിതം നിരർത്ഥകമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ നിരർത്ഥകത തന്നെയാണ് ജീവിതത്തിനെ പൂർണ്ണമാക്കുന്നതെന്ന് കൂടി അവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ നോവലിൻ്റെ പട്ടാളക്കാരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന ഈ ഒരു ചരിത്രപരമായൊരു നോവല് പട്ടാള ക്യാമ്പിലെ ജീവിതവും അന്യവൽകൃതമായിട്ടുള്ള മനുഷ്യൻ്റെ ദാർശനിക വ്യതകളും നോവലിൽ വലിയൊരു മാനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ A-B പക്ഷേ അപ്പോഴും A-B നിലനിൽക്കുന്നത് വിശാലമായിട്ടുള്ള ഇന്ത്യൻ ദേശീയ ബോധത്തിലാണ്. അപ്പോൾ ഈ ഒരു നോവല് ജാതി മത പ്രാദേശിക ചിന്തകളുള്ള കഥാപാത്രങ്ങൾ ഈ നോവലിനകത്ത് കടന്നു പോകുന്നുണ്ടെങ്കിലും
മാനവികതയിൽ ഊന്നി നിൽക്കുന്ന പ്രധാന കഥാപാത്രങ്ങളുടെ ചിന്തകളിലൂടെ സഞ്ചരിക്കുകയാണ് ഈ നോവൽ എന്ന് കാണാൻ സാധിക്കും. A-B അത്തരത്തിലുള്ള ഈ പറയുന്ന പ്രധാന കഥാപാത്രങ്ങൾ, മാനവികതയിൽ ഊന്നിയിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങൾ ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നുള്ളത്. പട്ടാള ബാരക്കുകളിലെ ജീവിതത്തെ മുൻനിർത്തിയുള്ള സത്യസന്ധമായ കാഴ്ചപ്പാടുകൾ, അപമാനവീകരണം, ജീവിത നൈരന്ത്യം സൃഷ്ടിക്കുന്ന നിരർത്ഥകതയും വിരസതകളും എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ സമഭാവനയെ പ്രതിനിധീകരിക്കുന്ന എല്ലാത്തിനെയും നോവൽ പ്രമേയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അല്ലേ, പട്ടാളം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളായി ചതറിക്കിടക്കുന്ന ദേശങ്ങളിൽ നിന്ന് സൈന്യത്തിലേക്ക് എത്തുന്ന, പട്ടാളത്തിലേക്ക് എത്തുന്ന മനുഷ്യന്മാരുടെ ഒരു കൂട്ടം. അവർ എല്ലാം ചേർന്നാണ് സൈന്യം എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നത്. ഇവർ ദേശീയതയുടെ പ്രതിനിധാനങ്ങളായിട്ടാണ് സൈനിക ക്യാമ്പുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സവിശേഷമായിട്ടുള്ളൊരു സാംസ്കാരിക ഏകത്വം അല്ലെങ്കിൽ ഒരു കൾച്ചറൽ യൂണിറ്റിയാണ് ഓരോ സൈനിക താവളങ്ങളും പങ്കുവയ്ക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ഏകത്വം സൂക്ഷിക്കുന്ന സമയത്ത് തന്നെ പ്രാദേശിക സ്വത്വങ്ങൾ, അല്ലെ ലോക്കൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം അവരിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതായത് ഈ പറയുന്ന ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോഴും, അല്ലെ നമ്മൾ ഒരു സാംസ്കാരികപരമായിട്ടൊരു ഏകത്വം അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ടെന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ട് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സ്വത്വങ്ങളില്ലേ, മലയാളി എന്ന് പറയുന്ന പ്രാദേശിക സ്വത്വവും, തമിഴൻ എന്ന് പറയുന്നൊരു പ്രാദേശിക സ്വത്വവും, ബീഹാറി എന്ന് പറയുന്നൊരു പ്രാദേശിക സ്വത്വവും, ബംഗാളി എന്ന് പറയുന്നൊരു പ്രാദേശിക സ്വത്വവും അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ പുതിയൊരു ദേശീയതയുടെ ചിന്തകൾ ഉയർത്തുന്ന ഒരു നോവലാണ് A-B എന്ന് പറയുന്നത്. അപ്പോൾ അന്യവൽകൃതനായ മനുഷ്യൻ്റെ ദുഃഖവും പട്ടാള ക്യാമ്പിലെ ജീവിതവും എല്ലാമാണ് ഈ നോവൽ വിവരിക്കപ്പെടുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ നോവലിൽ ഇത്തരം ചോദ്യങ്ങൾ, അതായത് നോവലിനെ പൊതുവായിട്ട് ചോദിക്കാം, അല്ലെ A-B എന്ന് പറയുന്ന നോവലിൻ്റെ സവിശേഷതകൾ ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് കാര്യങ്ങൾ ചോദിക്കാം. ഈ പറഞ്ഞ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ഭാവിയെക്കുറിച്ചിട്ട് കൂട്ടിക്കിഴക്കലുകളിലൂടെ, അല്ലേ, ഭാവി എന്നല്ല, നമ്മളൊക്കെ ഭാവിയെക്കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിക്കും, ഞാൻ നല്ല ജോലി നേടും, അങ്ങനെ പല കൂട്ടിക്കിഴിക്കലുകൾ നമ്മൾ നടത്തും ജീവിതത്തിൽ. എന്നാൽ ഭാവിയെക്കുറിച്ചുള്ള ഈ കൂട്ടിക്കിഴിക്കലുകളിലെല്ലാം ദയനീയമായിട്ട് പരാജയപ്പെട്ട ഒരു കൂട്ടം പട്ടാളക്കാരിലൂടെ ജീവിതത്തിൻ്റെ അപൂർണതയെ അവതരിപ്പിക്കുന്ന ഒരു നോവലാണ് A-B എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ദുഃഖങ്ങൾ, ഓരോ വ്യക്തികളും ഒരേ ദുഃഖമല്ല, വ്യത്യസ്തമായിട്ടുള്ള ദുഃഖങ്ങളാണ് അവർ ചുമക്കുന്നുള്ളത്. അപ്പോൾ തങ്ങൾക്ക് മാത്രം ചുമക്കാൻ പറ്റുന്ന ഒരു വേദനയിലാണ് അവരുടെ സ്വത്വം പൂർണ്ണമാകുന്നത്. ആ വേദന കൊണ്ടാണ് നോവലിൽ അവർ വ്യതിരിക്തരാകുന്നത്, അല്ലേ. എല്ലാവരും ഒരേ ദുഃഖം കൊണ്ടല്ല അവർ മുന്നോട്ട് പോകുന്നത്, വ്യത്യസ്തമായ ദുഃഖങ്ങളിലാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളത് എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അപ്പോൾ ഇത് കേവലം ഒരു പട്ടാള ജീവിതത്തിൻ്റെ ചിത്രീകരണമല്ല എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ നോവലിനൊരു ഫ്ലോട്ടില്ല, കൃത്യമായിട്ടൊരു ഫ്ലോട്ടില്ല. മറിച്ച് എന്താണ്, പട്ടാള ക്യാമ്പിലെ ചിതറിയ ജീവിതങ്ങളിൽ കാണാവുന്ന സ്നേഹവും വിദ്വേഷങ്ങളും, പരസ്പര സ്നേഹം, പരസ്പര വിദ്വേഷങ്ങൾ, അപമാനവീകരണം എന്നിവയൊക്കെയാണ് ഇതിന് വിഷയമാകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഈ നോവൽ ആരംഭിക്കുന്നത് ഡാൻസി സിഗ്നൽ റെജിമെൻറ്റിലെ M സെക്ഷൻ്റെ വിവരണത്തോട് കൂടിയിട്ടാണ്. അവിടെ കൂടുതലുള്ളത് കാർപ്പൻറ്റർമാരും മെക്കാനിക്കുകളും ഒക്കെയാണ്, ഡ്രൈവർമാരൊക്കെയാണ് കൂടുതലുള്ളത്. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കാർപ്പൻറ്റർ മുത്തയ്യയും മെക്കാനിക്ക് മാധവനും നായിക സേവാ സിംഗും നായിക വിദ്യാധരൻ, ഡ്രൈവർ നിരഞ്ജൻ, ഡ്രൈവർ തോമസ് എന്നിവരാണ് ഈ ഒരു നോവലിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് ചില കഥാപാത്രങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പട്ടാളക്കാരുടെ ഓർമ്മകളുടെ കടന്നു പോകുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഒന്ന് തോമസിൻ്റെ കാമുകിയായിട്ടുള്ള രാജമ്മണ്ട്, നായിക വിദ്യാധരൻ്റെ നവവധു തുടങ്ങിയവർ ഈ പട്ടാളക്കാരുടെ ഭാവികാല ജീവിതത്തെ ശുഭപ്രതീക്ഷയായിട്ടും ശോകപൂർണ്ണമായിട്ടുള്ള ഭൂതകാലത്തിൻ്റെ പ്രതീകങ്ങളായിട്ടൊക്കെ നോവൽ സ്വാധീനം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോവലിൽ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളൂ, ഒന്ന് കാർപ്പൻറ്റർ മുത്തയ്യാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദ്യത്തിൽ വരാം. ഇത് നിങ്ങൾക്ക് വിശദീകരിച്ച് എഴുതാൻ വേണ്ടിയാണ് ഇത്ര കാര്യങ്ങൾ പറഞ്ഞത്. ഇത് കാർപ്പൻറ്റർ മുത്തയ്യ എന്നൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഈ പറയുന്ന നോവല് 8 അധ്യായങ്ങളിലാണ്, അതായത് 8 വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ കഥകൾ, വ്യത്യസ്തമായ ഓരോരോ വ്യക്തികളുടെ കഥകളിലൂടെ 8 അധ്യായങ്ങളിലൂടെയാണ് ഈ നോവൽ വികസിക്കുന്നത്. അപ്പോൾ കാർപ്പൻറ്റർ മുത്തയ്യ എന്ന് പറയുന്നത് പട്ടാളത്തിൽ പിന്നെ പുതുതായി ചേർന്ന തോമസിനോട് തൻ്റെ കഥ പറയുന്നുണ്ട്. കാർപ്പൻറ്റർ മുത്തയ്യ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം എന്ത് ചെയ്യും, ദിവസവും കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് 5 അണക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന, അന്നത്തെ പൈസയാണ് 5 അണ അറിയുന്നത്, പൈസക്ക് വേണ്ടി കൈ നീട്ടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ ദ്വരയുടെ പ്രാവിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള മുത്തയ്യയെ ദ്വര എന്ന് പറയുന്ന ആൾ പോലീസിൽ വിളിച്ചേൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് താണുകയാണ് അപേക്ഷിച്ച് ദ്വര എന്ത് ചെയ്തു, അവനെ കോടതി കയറ്റി. എന്തായി, സ്വാഭാവികമായിട്ടും ഈ മോഷ്ടിച്ച ബാലനായത് മുത്തയ്യയെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോയി. അങ്ങനെ ഈ മുത്തയ്യയുടെ അച്ഛൻ എന്ത് ചെയ്യും, മകനെ കാണാൻ വേണ്ടിയിട്ട് 114 നാഴി അത്രയും ദൂരം ദിവസം നടന്നു ചെല്ലും. അവൻ ഒരു ദിവസം ഈ യാത്രക്കിടയിൽ അച്ഛൻ വഴിയിൽ വീണ് മരിച്ചു.
അങ്ങനെ അച്ഛൻ വീണ് മരിക്കുന്ന 1.5 വർഷം കഴിഞ്ഞിട്ടാണ് മകൻ അറിയുന്നത്. അപ്പം എന്താ ഈ പറയുന്ന ദുർഗുണ പാഠശാല പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പലതരം തെറ്റുകൾ ചെയ്ത കുട്ടികളാണ്, അല്ലെ, പലതരം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത കുട്ടികളാണ് അവിടെ വരുന്നത്. അപ്പോൾ അവരിൽ നിന്ന് പലതരം അസഭ്യ വാക്കുകൾ പറയുക, കള്ള്, കഞ്ചാവ്, വീടി മുതലായിട്ട് എന്ത് കിട്ടിയാലും ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി നിരവധി ദുശീലങ്ങൾക്ക് അദ്ദേഹം അടിമയായിട്ട് മാറി. അപ്പോൾ ഈ നോവലിൻ്റെ ഒടുവിൽ ഈ പറഞ്ഞ മുത്തയ്യ പിന്നെ നോവലിൻ്റെ അന്ത്യത്തിൽ പറയുന്നുണ്ട്, റിസർവറായിട്ട് മാറിയ താൻ ഉടൻ ബാരക്ക് വിടുമെന്ന് പറഞ്ഞ് യാത്ര പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം മുത്തയ്യാണ്. എന്തുകൊണ്ട് മുത്തയ്യ ഈ പറയുന്ന ദുർഗുണ പരിഹാരശാല ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ദ്വാര എന്ന് പറയുന്ന ആള് അത് ജന്മിയാണ്. അയാൾ ഈ പറഞ്ഞ ചെറിയ തെറ്റിന് അവനോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അവനെന്ത് പറ്റില്ല, ഒരിക്കലും അവൻ്റെ അച്ഛന് മരിക്കേണ്ടി വരട്ടില്ല. അവൻ ഈ പറയുന്ന ഒരു മോശപ്പെട്ട സ്വഭാവത്തിന് അടിമയാവുമായിരുന്നില്ല, ചിലപ്പോൾ ഒരുപക്ഷെ പട്ടാളത്തിൽ പോലും എത്തുമായിരുന്നില്ല. അതുപോലെ മറ്റൊരു കഥാപാത്രമാണ് പീറ്റർ നായക് സേവാ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം നാട്ടിൽ പണത്തിന് വേണ്ടിയിട്ട് കൊലപാതകം നടത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ പട്ടാളത്തിൽ സുരക്ഷിതനായി കഴിയുന്ന സേവാ സിംഗ് കൊലപാതകത്തിന് ശമ്പളം ലഭിക്കുന്ന ഏക ഇടം പട്ടാളക്കാരനാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ നാട്ടിലൊരു ഗുണ്ടയായിരുന്നു അയാൾ, പൈസയ്ക്ക് വേണ്ടി കൊലപാതകം നടത്തുന്ന ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കുന്നത് കൊലപാതകത്തിന് ശമ്പളം ലഭിക്കുന്ന ഏക ഇടം പട്ടാളമാണെന്ന് തിരിച്ചറിയുന്നു, അല്ലേ. അതുപോലെ അയാളെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് സദാസമയം കറുപ്പ് തിന്ന് നടക്കുന്ന അയാൾ കൃഷ്ണഭക്തി ഗാനം പിന്നെ മൂളി നടക്കുന്നത് മറ്റ് സിഖുകാർക്കൊന്നും അത്ര ഇഷ്ടമല്ല. കാരണം എന്താണ്, അവിടെയാണ് ഈ പറയുന്ന ജാതീയപരമായിട്ടുള്ള വ്യത്യാസം വരുന്നത്. കാരണം എന്താണ്, കൃഷ്ണഭക്തി ഗാനം വന്ന് ഹിന്ദുക്കളതാണ്. അപ്പോൾ അവിടെ ഇവൻ സിഖുകാരനാണ്, അല്ലെങ്കിൽ സേവാ സിംഗ് സിഖുകാരനാണ്. അപ്പോൾ കറുപ്പ് എന്ന് പറയുന്നത് ഒരു തരം മയക്ക് വരുന്നതാണ്. ഇത് തിന്ന് നടക്കുന്ന അയാൾ കൃഷ്ണഭക്തി ഗാനം മൂളി നടക്കുന്നത് മറ്റ് സിഖുകാർക്ക് ഇഷ്ടമല്ല. മാത്രമല്ല ഈ പറയുന്ന സേവാ സിംഗിന് ഡ്രൈവർ നിരഞ്ജൻ സിംഗിനോടും തോമസിനോടും ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സേവാ സിംഗ് മരിക്കുന്നത് പിന്നെ അവിൻ എന്ന് പറയുന്ന ഒരു കീടനാശിനി ഉണ്ട്, അത് അമിതമായ അളവിൽ അത് കഴിച്ചിട്ടാണ്. അപ്പോൾ ഈ നോവലിസ്റ്റ് ഇതിനകത്ത് അതിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുക, എന്താണ് ആ ഒരു മരണത്തെ, സേവാ സിംഗിൻ്റെ മരണത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് നോവലിസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനോടൊപ്പം അവൻ്റെ തിന്മകൾ ദഹിക്കപ്പെടുന്നു, എല്ലാത്തരം അസഭ്യങ്ങളും അസംബന്ധങ്ങളും പുലർത്തുന്ന ഇഷ്ടമല്ലാത്തവരാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അല്പം ദുഃഖിക്കും, അല്ലേ. നമുക്ക് എത്ര ഇഷ്ടമല്ലാത്ത ഒരാളായിക്കോട്ടെ, എത്ര കുറ്റം ചെയ്ത ഒരാളായിക്കോട്ടെ, അയാൾ മരണപ്പെട്ടെങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനായിരുന്നു നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ ഈ പറഞ്ഞ മനുഷ്യൻ്റെ തിന്മകൾ അവനോടൊപ്പം തന്നെ ദഹിക്കപ്പെടുന്നു എന്നാണ്. എല്ലാത്തരം അസഭ്യങ്ങളും അസംബന്ധങ്ങളും പുലർത്തുന്ന ഇഷ്ടമില്ലാത്തവരാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്പം ദുഃഖിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള അനവധി ചിത്രങ്ങൾ ഈ നോവലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്ന ഈ പറയുന്ന ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഈ നോവൽ രചിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് എന്താണ് ഇതിനകത്ത് വരുന്ന മനുഷ്യരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും ദേശീയതയുടെ സുപ്രധാന കർത്തവ്യങ്ങളിൽ ഒന്നാണ് എന്താണ്, മതം, ജാതി, ഭാഷ, പ്രദേശം എന്നിവയുടെ സ്വത്വബോധമില്ലാതെ, അല്ലേ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള ഇപ്പോൾ പറഞ്ഞ സേവാ സിംഗ് എന്ന് പറയുന്ന ആൾ സിഖുകാരനാണ്, ഒരു മറ്റൊരു മതസ്ഥനാണ്. എങ്കിലും കൃഷ്ണയെ കണ്ണയ്യ എന്ന ഗാനമാണ് അയാൾ സദാസമയം ആലപിക്കുന്നുള്ളത്, അല്ലെ. കൂട്ടത്തിൽ തന്നെയുള്ള മറ്റു ചില പിന്നെ സിഖുകാർക്ക് അതിനോട് എതിർപ്പുണ്ടെങ്കിലും അയാൾ കൃഷ്ണനെ കുറിച്ചുള്ള ഗാനം തന്നെയാണ് എപ്പോഴും ആലപിക്കുന്നത്. അതുപോലെ രാജേന്ദ്ര സിംഗിൻ്റെ ആട്ടവും പാട്ടും കണ്ടിട്ട് ദേഷ്യപ്പെടുന്ന റേഷൻ സിംഗ് പറയുന്നത് ശിഖയും കൃപാണവും ധരിച്ച യോദ്ധാവായ സിഖാൻ ഇതൊന്നും പൊറുക്കാനാവില്ലെന്നാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പട്ടാളത്തിനകത്ത് എത്തുമ്പോൾ ഇവർക്ക് ജാതിയമോ മതമോ ഒന്നും ഇല്ലയെന്ന് പറയുമ്പോഴും ഇവരെ ഉള്ളിലുള്ള ഈ പ്രാദേശികമായിട്ടുള്ള സ്വത്വബോധം, ജാതീയപരമായിട്ടുള്ള സ്വത്വബോധം ഈ നോവലുകളിൽ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അല്ല, നമ്മുടെ ഉള്ളിൽ പട്ടാളം എന്ന് പറയുമ്പോൾ പട്ടാളത്തിനകത്ത് ജാതിയോ മതമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പറയുമ്പോഴും ഈ മനുഷ്യർ, അല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യരാണ്, എന്ത് പറഞ്ഞാലും റോബോട്ടുകളല്ല, മനുഷ്യരാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുള്ള ജാതീയമായിട്ടുള്ള ചിന്തകൾ അതേപടി നിലനിൽക്കുന്നു കാണാൻ സാധിക്കും. അപ്പോൾ രാജേന്ദ്ര സിംഗിനോട് രാജേന്ദ്ര സിംഗ് പറയുന്നത് എനിക്ക് പ്രത്യേക ബോധമില്ല, ജാതി ബോധം, പ്രത്യേക വർഗബോധമില്ല, ജാതി ബോധമില്ല, എല്ലാ മനുഷ്യരെൻ്റെ സ്നേഹിതന്മാരാണെന്നാണ്. ഇതൊരു പട്ടാളക്കാരന് മാത്രമേ പറയാൻ പറ്റൂ. എന്താണ്, എല്ലാവർക്കും ഉള്ളിൽ ഈ പറയുന്ന പ്രാദേശിക സ്വത്വബോധം ഉണ്ടെന്നല്ല, ചില ആളുകളിലുണ്ട്. അപ്പോൾ ഈ രാജേന്ദ്ര സിംഗിന് അത്തരം ബോധമില്ല. എന്താണ്, എല്ലാവരും ഒന്നൊന്നൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പ്രത്യേക വർഗ്ഗബോധവുമില്ല, നമ്മൾ സിഖുകാരെന്നൊരു വർഗ്ഗബോധം എനിക്കില്ല, ഞാൻ ഇന്ന് ജാതി എന്നൊരു ജാതിബോധം എനിക്കില്ല, എൻ്റെ എല്ലാ മനുഷ്യരുടെ സ്നേഹിതന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിശാലമായിട്ട് മാനവികത പുലർത്തുന്ന ധാരാളം കഥാപാത്രങ്ങൾ A-B എന്ന് പറയുന്ന നോവലിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ജാതി മത പ്രാദേശിക ചിന്തകളുള്ള കഥാപാത്രങ്ങളെക്കാൾ വിശാലമായിട്ടുള്ള മാനവികത പുലർത്തുന്ന കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കാണ് ഈ നോവലിൽ പ്രാധാന്യം നൽകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
അപ്പോൾ ആ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ നോവലിസ്റ്റ്, അതായത് കോവലൻ, ഈ നോവൽ എഴുതിയെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്, നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രമാണ് നമ്മുടെ തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ നോവലിൻ്റെ പേര് എങ്ങനെ വന്നു? ഈ നോവലിൻ്റെ പേര് വന്നത് ഈ പറഞ്ഞ തോമസിൽ നിന്നാണ്. അതായത് A+B എന്ന് എഴുതുന്നിടത്ത് A-B എന്ന് എഴുതി പോയിട്ടുള്ള തോമസ് ചെറിയാൻ്റെ ചെറിയൊരു കണക്ക് കൂട്ടലിൻ്റെയും ജീവിത നൈരാശ്യത്തിൻ്റെയും, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്ത് A-B എന്ന് എഴുതുന്നത് A-B എന്ന് എഴുതി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ തളം തെറ്റിച്ചു, ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. അത് ജീവിതത്തിനെ നൈരാശ്യത്തിലേക്കും വിഷാദമുഖമായ ഒരു അവസ്ഥയിലേക്കും അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചു. അദ്ദേഹം പുതുതായിട്ട് പട്ടാളത്തെത്തിയ ഒരാളാണ്, മലയാളിയാണ്. മറ്റുള്ള കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന അദ്ദേഹം ഓപ്ഷണൽ മാത്തമാറ്റിക്സ്, അതായത് ഈ പഠിക്കുന്ന സമയത്ത് SLC പരീക്ഷയിൽ ഓപ്ഷണലായിട്ട് മാത്തമാറ്റിക്സ് ആണ് കൊടുത്തത്. അപ്പോൾ അതിന് 2 മാർക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പട്ടാളത്തിലേക്ക് എത്തേണ്ടി വന്നത്. അതായത് ആ ഒരു 2 മാർക്ക് മൈനസ് ആയത് ഒരു മൈനസ് പ്ലസ് ആയ സമയത്ത്, അതായത് ഈ 2 മാർക്ക് പോയതെന്ന് പറയുന്നത് ഒരു മൈനസ് പ്ലസ് ആയതാണ്. ആ ഒരു മൈനസ് പ്ലസ് ആയ സമയത്ത് തോമസിൻ്റെ ജീവിതത്തിൽ പലതും മൈനസായിട്ട് മാറി. അല്ലേ, നമ്മൾ കണക്കൂട്ടുന്ന സമയത്ത് ഒരു ചെറിയ കണക്കൂട്ടൽ പഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് മൊത്തം താളം പഴക്കും. അതുപോലെയാണ് അദ്ദേഹത്തിന് താളം പഴിച്ചത്. അപ്പോൾ ഈ തോമസിൻ്റെ അമ്മക്ക് മകനെ കണക്കപ്പിള്ളാക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ 10ാം ക്ലാസ് ജയിക്കാത്ത ഒരാൾക്ക് കണക്കപ്പിള്ളാവാൻ പറ്റൂല. അങ്ങനെ അയാൾക്ക് ഡ്രൈവറായിട്ടാണ് പട്ടാളത്തിൽ ജോലി കിട്ടുന്നത് തോമസിന്. അപ്പോൾ ഈ പറഞ്ഞൊരു കണക്ക് കൂട്ടൽ പഴിച്ചു. അപ്പോൾ അതാണ് ഈ ഒരു തലക്കെട്ടിൻ്റെ പ്രത്യേകത. A+B എന്ന് A-B എന്ന് പറയുന്നത് അങ്ങനെയാണ് തലക്കെട്ടിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ A-B എന്ന് പറയുമ്പോൾ അത് തണുപ്പിൻ്റെ കുറിച്ചിട്ടല്ലേ എന്നൊരു ചോദ്യം വരാം. ജീവിതത്തിൽ ചെറിയൊരു കണക്ക് കൂട്ടലിൽ പിഴക്കുന്ന ആളുകൾ, പിഴച്ചു പോയ ആളുകൾ, ആ ആളുകളുടെ ജീവിതം തന്നെയാണ് ഈ പറയുന്ന ഇതിനകത്ത് കാണിക്കുന്നത്. ഇപ്പോൾ കാർപ്പൻറ്റർ, മുത്തയ്യ ആയി കഴിഞ്ഞാലും സേവാസിംഗ് ആയിക്കഴിഞ്ഞാലും ഈ പറയുന്ന തോമസ് ചെറിയാനായി കഴിഞ്ഞാൽ ആഗ്രഹിച്ച് പട്ടാളത്തിലെത്തിയായിരിക്കില്ല. ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടലിൽ പിഴവ് വന്ന സമയത്താണ് അവരെത്തിപ്പെടുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഈ പറയുന്ന മകൻ തോറ്റത് അറിയില്ല. മാത്രമല്ല അമ്മയുടെ മകൻ പറയുന്നത് പട്ടാളത്തിൽ ഞാൻ കണക്കപ്പിള്ളയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തോമസിൻ്റെ കാമുകിയായിട്ടുള്ള രാജമ്മ ഉണ്ട്. രാജമ്മ സ്ഥലം മാറിപ്പോയെങ്കിലും അവളെക്കുറിച്ചുള്ള മധുരസ്മരണകളിൽ അയാൾ ദുഃഖിക്കുന്നുണ്ട്, അവൾ ഒരുമിച്ചുള്ള അനുഭവങ്ങളിൽ. അപ്പോൾ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള തോമസ് മറ്റ് കഥാപാത്രങ്ങൾ സൗഹൃദം പുലർത്തുന്നത്. തോമസിനെ കുറിച്ച് കഥാപാത്രത്തിനോടും ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തോമസ് എന്ന കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കാം. അദ്ദേഹം വളരെ സംസാരിക്കാൻ വിമുഖനായിട്ടുള്ള നായക വിദ്യാധരനുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. മുത്തയ്യ എന്ന വൃദ്ധൻ്റെ സങ്കടകരമായ ചെറുപ്പക്കാരനാണ്, കഥ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാധവൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മുത്തയെ രക്ഷിക്കുന്ന തോമസ് ആണ്. അപ്പോൾ ഓർഡർലി ആക്കിക്കൊണ്ട് ജമന്ദാർ ഫോർമാൻ ഗജരാജ് സിംഗിൻ്റെ ഉത്തരവ് തോമസ് ഉൾക്കൊള്ളാനായിട്ടില്ല. അതായത് പിന്നെ ഈ പറയുന്ന ഓർഡർലി ആക്കുന്നു മുത്തയ്യ ഈ പറയുന്ന തോമസിനെ. അതായത് ഓർഡർലി എന്ന് പറയുന്നത് ഈ പട്ടാളക്കാരിൽ തന്നെ ഡ്രൈവറായി അയാൾ എന്ത് ചെയ്തു, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ വൂട്ടുകൾ തുടക്കാൻ, കടക്ക വിരിക്കാൻ, മറ്റ് വീട്ടുപണികൾ ചെയ്യാനുള്ള ഒരാളാക്കിയിട്ട് മാറ്റുന്നു. അതാണ് ഓർഡർലി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ഓർഡർലി സ്ഥാനത്തേക്ക് ഇയാളെ കൊണ്ടുവന്നത് അയാൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. അപ്പോൾ മാനസികമായിട്ട് അദ്ദേഹം തളരുന്ന, അദ്ദേഹം ബ്ലോ ലാമ്പ് പൊട്ടിച്ച് തെറിക്കും വരെ പമ്പ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിത്തെറിച്ചിട്ട് അയാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും അങ്ങനെ ഈ മുഖത്തിൻ്റെ ഒക്കെ സൗന്ദര്യം പോയി അയാൾക്ക്. അതായത് ഈ പറയുന്ന സ്വന്തം ജീവന് തന്നെ അപകടമുണ്ടാകുന്ന തരത്തിൽ ഒരു ഉപകരണം പ്രവർത്തിച്ചിട്ട് അയാളുടെ ജീവൻ പോയിട്ടില്ലെങ്കിലും ശരീരത്തിന് പൊള്ളലേൽക്കുകയും അങ്ങനെ താൽക്കാലികമായിട്ട് അയാൾ രക്ഷപ്പെട്ടു. ഓർഡർലി ആവുന്നതിന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടുകയും പക്ഷേ മുഖത്തിൻ്റെ സൗന്ദര്യം പൊള്ളലേറ്റ് പോവുകയാണ്. അപ്പോൾ പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് അമ്മയുടെ ഒരു കത്ത് വരുന്നത്. പഴയ കാമുകി രാജമ്മ വീട്ടിൽ വന്നിരുന്നു, മേൽവിലാസം വാങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നതോടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പുതിയ ആശങ്കകളും സ്വപ്നങ്ങളും രൂപപ്പെട്ടു തുടങ്ങുന്നു. എന്താണ് ആശങ്ക പറഞ്ഞാൽ ഈ പറയുന്ന പട്ടാളത്തിലുണ്ടായ മുഖത്തിൻ്റെ സൗന്ദര്യം പോയി, ഇതൊക്കെയാണ് ആശങ്ക എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ്ടും അവളെ തിരിച്ചു കിട്ടുന്ന സ്വപ്നം. അപ്പോൾ ഇത്തരത്തിൽ തോമസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ജീവിതം. അതുപോലെ നിരഞ്ജൻ സിംഗ് എന്ന് പറയുന്ന ദുഃഖപൂർണ്ണമായിട്ടുള്ള ഭൂതകാലം ഡ്രൈവർ നിരഞ്ജൻ സിംഗ് എന്ന കഥാപാത്രത്തെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ നിരഞ്ജൻ എന്ന് പറയുന്നത് ഒരു കലാപത്തിൻ്റെ സാക്ഷിയായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് അവിടെ വലിയൊരു കലാപം നടന്നു. അപ്പോൾ കലാപം നടന്ന ലഹളക്കാർ നിരഞ്ജൻ സിംഗിൻ്റെ അച്ഛൻ്റെ കഴുത്തറക്കുകയും ഗർഭിണിയായിട്ടുള്ള അമ്മയുടെ വയറ് പിളർത്തുന്നതും കണ്ടിട്ട് ഉൾക്കാട്ടിൽ ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്. 2 ദിവസത്തിന് ശേഷം ഉൾക്കാട്ടിൽ നിന്ന് അവനെ മറ്റുള്ളവർ കണ്ടെത്തി രക്ഷപ്പെടുന്ന സമയത്ത് ആകെ തളർന്ന് വിറങ്ങലിക്കുകയായിരുന്നു അവൻ. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് ഉള്ളിലുണ്ടായിട്ടുള്ള ഈ ദൃശ്യങ്ങൾ അവൻ എത്ര ശ്രമിച്ചിട്ട് മറക്കാനാവുന്നില്ല.
അപ്പോൾ ഈ നിരഞ്ജന് നായിക സേവാ സിംഗിനോടൊരു പിതാവിനോട്, ഇവനും ചെറുപ്പക്കാരനാണ്, പിതാവിനോട് തുല്യമായ സ്നേഹമാണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ആധുനികതയിൽ വരുന്ന ഒരു സ്വഭാവമാണ് താൻ ഒറ്റക്കെന്നൊരു തോന്നൽ. അപ്പോൾ ഈ ഒരു തോന്നൽ ഈ കഥാപാത്രത്തിലുണ്ട്. എന്താണ്? ഈ ലോകത്ത് തനിക്കായി ആരുമില്ലെന്നും തൻ്റേതായിട്ട് ഒന്നുമില്ലെന്നും കരുതുന്നവനാണ് നിരഞ്ജൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കീമിൻ്റെ സമയത്ത് നിരഞ്ജൻ്റെ ജീപ്പ് മൈതാനത്തേക്ക് മൂക്കുകുത്തുകയും നിരഞ്ജൻ ആശുപത്രിയിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ പിന്നെ പൊള്ളലേറ്റ് ആശുപത്രിയിലായിട്ടുള്ള, പിന്നെ അതുപോലെ തലച്ചോറിന് അസുഖമായിട്ട് ഒന്നിനോടും പ്രതികരിക്കാതെ കടന്ന നിരഞ്ജൻ തോമസിനെ തിരിച്ചറിയുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരേ പലതരം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാരെ ഈ നോവലിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഓരോരുത്തരും വ്യക്തിപരമായ ദുഃഖങ്ങളാണ്. തോമസിൻ്റെ ദുഃഖമല്ല നിരഞ്ജൻ്റെ ദുഃഖം, നിരഞ്ജൻ്റെ ദുഃഖമല്ല മുത്തയ്യയുടെ ദുഃഖം. എല്ലാവരും സമാനമായിട്ടുള്ള ദുഃഖമല്ല അനുഭവിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ദുഃഖങ്ങളാണ് നമുക്ക് കാണാൻ പറ്റും. ഈ കവലിലെ മറ്റൊരു കഥാപാത്രമാണ് നായക വിദ്യാധരൻ എന്ന് പറയുന്നത്. അപ്പോൾ അവനവനിലേക്ക് ചുരുങ്ങി ജീവിക്കുന്നവനും വിവാഹിതനുമായിട്ട് ഒരാളാണ്. ഇദ്ദേഹം സ്വന്തം വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഒരാളാണ്. വിവാഹത്തിൻ്റെ 13-ാം നാൾ പട്ടാളത്തിലേക്ക് മടങ്ങേണ്ടി വന്ന അയാളോട് ഒരു കൊല്ലമെങ്കിലും ഒന്ന് ജീവിക്കണമെന്നാണ് നവോദയ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ബാരക്കിലേക്ക് തിരികെ എത്തിയ അയാൾ ഒരു അപകടത്തിലൂടെ കൈയൊടുകയും അതിനെ തുടർന്ന് അയാൾ മെഡിക്കൽ കാറ്റഗറി സിയിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഈ ഒരു അവസരം മുതലെടുത്തിട്ട്, കാരണം ഇയാളെ തരം താഴ്ത്തി, കാരണം കൈക്ക് അപകടം പറ്റിയ സമയത്ത് അയാളെ ഉയർന്ന പോസ്റ്റിൽ നിന്ന് താഴെ പോസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ അതേ സമയത്ത് മറ്റൊരു പട്ടാളക്കാരൻ എന്ത് ചെയ്യുന്നത്, ലാൻസ് നായക വെങ്കട്ടരാമൻ എന്താകുന്നു, അയാൾ പിന്നെ അവിടെ നിന്ന് അടുത്ത ഇയാളുള്ള പോസ്റ്റിലേക്ക്, അതായത് ആരുള്ള പോസ്റ്റിലേക്ക്, വിദ്യാധരനുള്ള പോസ്റ്റിലേക്ക് സ്ഥാനക്കയറ്റത്തിനുവേണ്ടി ശ്രമിക്കുന്നു. അതായത് ഒരാൾ വീണ് കിടന്നുമ്പോൾ അച്ഛൻ ചത്ത് കിടക്കുമ്പോൾ അച്ഛൻ കട്ടിലൊയ്യാൻ കാത്തുനിന്നു മകൻ കയറിയിരിക്കാന്ന് പറഞ്ഞ പോലെ ഒരാൾ ഒപ്പമുള്ളൊരു പട്ടാളക്കാരൻ വീണ് കിടക്കുമ്പോഴാണ് അവിടെ സ്വന്തം പ്രൊമോഷന് വേണ്ടി നോക്കുന്നുള്ളത്. അങ്ങനെ അയാൾ ഒരു കാറ്റഗറി സിയിൽ ഒരു 6 മാസം തുടർന്നാൽ തൻ്റെ ജോലി നഷ്ടമാവുമെന്ന് തോന്നിയിട്ട് പേടിച്ചിട്ട് അയാൾ സ്കീമിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടറോട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാൻ ആവശ്യപ്പെടുന്നുണ്ട് വിദ്യാധരൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, താൻ പട്ടാളത്തെ സ്നേഹിക്കുന്നു, ഈ ഉദ്യോഗമാണ് തനിക്ക് ജീവിതത്തിലെല്ലാം നേടിത്തന്ന അയാൾ പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാധരന് ഈ പറഞ്ഞ സ്വന്തം വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന വിദ്യാധരൻ സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതുന്നതിനോട് മാത്രമാണ് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ തോമസിനോട് മാത്രമാണ് കുറച്ച് സംസാരിക്കുന്നുള്ളത്. പക്ഷെ അയാൾക്ക് ഈ പറഞ്ഞ ജോലി നഷ്ടപ്പെടുകയും റിസർവറായിട്ട് നാട്ടിലേക്ക് മടങ്ങി പോകേണ്ടി വരുന്നുണ്ട്. ഇന്നത്തെ പോലെ പട്ടാളത്തിലെ ജോലി എന്ന് പറയുന്നത് അത്രത്തോളം സുരക്ഷിതമല്ലാത്തൊരു കാലഘട്ടം കൂടിയായിരുന്നു. മറ്റൊരു കഥാപാത്രം മെക്കാനിക്ക് മാധവൻ എന്ന് പറയുന്നത്, അത് ഭയങ്കര സ്വാർത്ഥനായൊരു കഥാപാത്രമാണ് മെക്കാനിക്ക് മാധവൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും, ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ ഒരു പട്ടാളക്കാരൻ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പല പെൺകുട്ടികളെയും വഞ്ചിക്കുകയും സ്വാർത്ഥ ലാഭത്തിനായി സൗഹൃദങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ് മാധവൻ എന്ന് പറയുന്നത്. അദ്ദേഹം വീട്ടുകാർക്ക് പണം അയക്കുന്നതെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് സ്വന്തം അക്കൗണ്ടിൽ മാത്രം പണം ഇടുന്ന പിന്നെ കമലാപ്രസാദ് എന്ന് പറയുന്ന ലുബ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണനുണ്ട്. പിന്നെ അപ്പോൾ കുറേ ചതിയന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ വിദ്യാധരനെ ജോലിയിൽ നിന്ന് ഡീപ്രൊമോട്ട് ചെയ്ത് ആ സ്ഥാനത്ത് കയറി പറ്റാൻ നോക്കുന്ന വെങ്കട്ടരാമൻ, ഇവരെല്ലാം നോവലിൽ ചെറിയ കഥാപാത്രങ്ങളാണ്, വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ്. ആ ഒരു കഥാപാത്രങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് നല്ല കഥാപാത്രങ്ങളല്ല എന്ന് തന്നെയാണ്. അതായത് പട്ടാളത്തിൽ മറ്റുള്ളവർ സ്വന്തം ഒപ്പമുള്ളവരെ തന്നെ ചതിച്ചിട്ടും മറ്റുള്ളവരെ ചതിച്ചിട്ടും സ്വന്തം ലാഭം കാര്യലാഭം നോക്കുന്ന ആളുകളും ഉണ്ട് എന്നതിൻ്റെ തെളിവാണിത്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തരായിട്ടുള്ള കഥാപാത്രങ്ങളുടെ മാനസിക ചിത്രീകരണത്തിലൂടെ വികസിക്കുന്ന ചിതറിയ കഥാപരിസരങ്ങളിലൂടെയാണ് A-B എന്ന് പറയുന്ന നോവൽ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ബോധധാര വ്യാഖ്യാനങ്ങളിലൂടെ, വേദനകളുടെ വിചിത്ര ഭാവങ്ങളിലൂടെ ഈ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന സ്വത്ത് പ്രതിസന്ധികളാണ് കോവലൻ വായനക്കാരൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ A-B എന്നതുകൊണ്ട് കോവലൻ അർത്ഥമാക്കുന്നത് ജീവിതം പൂർണ്ണമല്ല എന്നതാണ്. അത് ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്താണ് A-B എന്നതുകൊണ്ട് ജീവിതം പൂർണ്ണമല്ല എന്നൊരർത്ഥം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അപൂർണതകളിലൂടെ പൂർണ്ണതയിലേക്കുള്ള പ്രവാഹമാണ് അതെന്നാണ് നോവലിസ്റ്റ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഉത്തരങ്ങളിൽ ഒതുങ്ങാത്ത ഒരു പാസിലാണ് ജീവിതമെന്ന് A-B പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് തന്നെയാണ് A-Bയിലൂടെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്ന ഒരു ജീവിത ദർശനം എന്ന് പറയുന്നത്. എന്താണ്? ഉത്തരങ്ങളിൽ ഒതുങ്ങാത്ത ഒരു പാസിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് ഒരുപാട് വൺ വേർഡ് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. തട്ടകവും അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ നോക്കുക. എന്താണ്? കോവിൽ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പട്ടാള നോവൽ ഏതാണ്? കോവിലിൻ്റെ ആദ്യത്തെ സാഹിത്യകൃതി ഏതാണ്? ഇത് പട്ടാള നോവൽ എഴുതിയ 5 സാഹിത്യകാരന്മാർ ആരൊക്കെയാണ്? പാറപ്പുറത്ത്, കോവിലൻ, നന്ദനാർ, ഏകലവ്യം, വിനയൻ എന്നിവരാണ് നോവലുകൾ. കോവിലിന് ലഭിച്ച നാടകം ഏതെന്ന് ചോദിച്ചാൽ അതൊരു വളരെ പ്രധാനപ്പെട്ട
ഒരു ചോദ്യമാണ് നിൻ്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കും എന്ന് പറയുന്നത്. കിസ്നെ കണ്ണയ്യ എന്ന ഗാനവുമായിട്ട് A-B എന്ന കഥയിൽ നോവലിൽ കടന്നു വരുന്ന കഥാപാത്രം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായിക സേവാ സിംഗ് ആണ്. അതുപോലെ 1977 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കോവിലിന് നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശകുനമാണ്. പിന്നെ കോവിലിന് ONV പുരസ്കാരവും വയലാർ അവാർഡൊക്കെ ലഭിച്ച കൃതി എന്ന് വെച്ചിരിക്കുന്നത് തട്ടകമാണ്. പിന്നെ അതുപോലെ കേന്ദ്ര കഥാപാത്രമുള്ള തോമസിൻ്റെ കാമുകിയുടെ പേരെന്ന് പറയുന്നത് രജനിയാണ്. അതുപോലെ സ്വാർത്ഥതയുടെ രജനി എന്നല്ല, തോമസിൻ്റെ രാജമ്മ, കാമുകി രാജമ്മയുണ്ട്. രാജമ്മ എന്നാണ് കാമുകിയുടെ പേരെന്ന് പറയുന്നത്. സ്വാർത്ഥതയുടെ മൂർത്ത രൂപമായിട്ട് കടന്നു വരുന്നതെന്ന് പറയുന്നത് മാധവനാണ്. ഇതിന് കുറേ കഥാപാത്രങ്ങൾ ഈ നോവലിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഒരു പട്ടാള നോവൽ എന്ന നിലക്കും ആധുനികതയിലുള്ള ഒരു കൃതി എന്ന നിലക്കുമാണ് ഈ നോവലിനെ നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്. നമുക്ക് രണ്ടാമത്തെ നോവലായിട്ടുള്ള കൊച്ചേരിയത്തിലേക്ക് കിടക്കുന്ന സമയത്ത് അതിനകത്ത് വന്ന് ചില ചോദ്യങ്ങൾ നോക്കാം. ഏതു ജില്ലയിലെ ആദിവാസികളുടെ കഥയാണ് കൊച്ചേരിത്തി എന്ന ഒരു ചോദ്യമാണ് ആദ്യം വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ പെടുന്ന മലയരയ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് നാരായണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ആ ഗോത്രവർഗ ജനതയുടെ കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ ഒരു ഗോത്രവർഗ ജനതയുടെ കഥ തന്നെയാണ് കൊച്ചേരിത്തി എന്ന് പറയുന്നത്. അതുപോലെ മറ്റേ ചോദ്യം, ഗോത്ര ജീവിതത്തെ അവരിൽ നിന്നൊരാൾ അവതരിപ്പിക്കുമ്പോൾ ആഖ്യാനത്തിന് മിഴിവ് കൂടും. കൊച്ചേരിത്തിയെ ആധാരമാക്കി വിവരിക്കുന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാർശ്വവൽക്കരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും മുഖ്യധാരാ സമൂഹത്തിൻ്റെ ഭാഗമായി തുടങ്ങിയതിൻ്റെ സത്ഫലമാണ് നാരായണൻ്റെ രചനകൾ. ചർച്ച ചെയ്യുക. അതായത് ഒരു 15 മാർക്കിനോടത്തുള്ള ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നോവലിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ദളിത് സാഹിത്യം എന്ന് നോക്കാം. ആരാണ് ദളിതുകൾ? നമ്മൾ ഈ ദളിത് എന്ന് പറയുന്നൊരു പദം 1972 ദളിത് മാന്ത്രം എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രചാരത്തോടു കൂടിയിട്ടാണ് വ്യാപകമായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയത്. അതുവരെ അസ്പൃശ്യരെന്നും മതംകൃതരെന്നും ശൂദ്രരെന്നും അതുപോലെ അധംകൃതരെന്നും പിന്നെ അതുപോലെ ഹരിജനങ്ങളെന്നൊക്കെ ഹരിജനങ്ങളെന്ന് ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. ഇത്തരത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഒരു മുഖ്യധാരാ സമൂഹത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉന്നതിയിൽ നിന്നും പുറന്തള്ളപ്പെട്ട, സമൂഹത്തിന് എല്ലാ തരത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട മനുഷ്യരാണ് ദളിതുകൾ എന്ന് പറയുന്നത്. അവർ ഈ പറയുന്ന പോലെ അവരുടെ എല്ലാ തരത്തിലുള്ള രൂപങ്ങളിൽ നിന്നും അവർ പുറന്നുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ അവകാശമില്ലാതിരുന്ന, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതിരുന്ന, നല്ല ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലാതിരുന്ന, ഒരുതരം അവകാശങ്ങളും ലഭിക്കാതിരുന്ന മനുഷ്യന്മാരാണ് ദളിതുകൾ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഈ പറയുന്ന വ്യത്യസ്തമായ പേരുകളെ അറിയപ്പെടുന്ന ആ ജനവിഭാഗത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ ഉയർത്തിക്കാട്ടിയ ഒരു പദമാണ് ദളിത് എന്ന് പറയുന്നത്. ദലനം ചെയ്യപ്പെട്ടത്, സമൂഹത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ദളിത് എന്ന് പറയുന്ന പദം വരുന്നത്. മലയാള സാഹിത്യത്തിൽ ഞാൻ നോവലിനെ കുറിച്ച് പറയുമ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഗാതകവധവും ഗാതകവധം പോലുള്ള നോവലുകളിൽ ഈ പറയുന്ന ദളിത് ജീവിതം തന്നെയാണ് പ്രമേയമാക്കുന്നത്. എങ്കിലും അതൊരു മിഷണറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചായ്വുള്ളത് കൊണ്ടാണ് അതിന് ദളിത് നോവലുകൾ എന്ന ഗണത്തിൽ പെടുത്താത്തത്. എങ്കിലും ഗാതകവധവും സരസ്വതി വിജയവും ദളിത് ജീവിതങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. ആദ്യകാല ചെറുകഥകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഈ പറയുന്നത് ദളിത് ജീവിതങ്ങളെ മുൻനിർത്തി കഥകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് TKC വടുതലയുടെ അച്ചാഞ്ച മെഞ്ഞിഞ്ഞ, അതേപോലെ തന്നെ ചങ്കരാന്തി അട മുതലായ കഥകൾ. നവോത്ഥാന കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിലും ദളിത് ജീവിതങ്ങളെ പ്രമേയമാക്കിക്കൊണ്ടുള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട ചില രൂപങ്ങൾ മാത്രമാണ്. ഉത്തരാധുനികതയിൽ, അതായത് 1970-കൾക്ക് ശേഷമാണ് ഇന്ത്യൻ സാഹിത്യത്തിലും അതേപോലെ തന്നെ മലയാള സാഹിത്യത്തിലും ദളിത് ജീവിതങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള രചനകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുവരെ ഇപ്പോൾ തകഴിയുടെ തോട്ടിയുടെ മകൻ പോലുള്ള കൃതികളിൽ ദളിത് ജീവിതം തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. പക്ഷേ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അടി കണ്ടവനും അടി കൊണ്ടവനും അത് എഴുതുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിനകത്തുള്ള അവസാനത്തെ ചോദ്യം തന്നെ എങ്ങനെയാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മനുഷ്യരുടെ അല്ലെങ്കിൽ ഗോത്ര ജീവിതത്തെ അവരിൽ നിന്നുള്ള അവതരിപ്പിക്കുമ്പോൾ ആഖ്യാനത്തിന് മിഴിവ് കൂടുമെന്ന് പറഞ്ഞൊരു ചോദ്യം. അതായത് ഒരടി കൊള്ളുന്ന ഒരാൾ, ആ അടി കാണുന്ന ഒരാൾ മറ്റൊരാൾ കാണുന്നത്, ഈ അടി കാണുന്ന ആൾ അടി കൊണ്ടവൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് എഴുതുന്നതും അടി കൊണ്ടവൻ തന്നെ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
അപ്പോൾ അടി കൊണ്ടവനും അടി കണ്ടവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ രണ്ടുപേരും എഴുതുമ്പോൾ രണ്ട് തരത്തിലായിരിക്കും എഴുതുന്നത്. അല്ല, ഒരു സ്ത്രീയെക്കുറിച്ചൊരു സ്ത്രീ എഴുതുമ്പോഴാണ് കുറച്ചും കൂടി അതിനെന്തുണ്ടാവുന്നത്, കുറച്ചും കൂടി അത് സത്യസന്ധമാകുന്നത്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി മിഴിവുണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് ഗോത്ര ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദളിത് ജീവിതത്തെക്കുറിച്ച് അവർ തന്നെ എഴുതുമ്പോഴാണ് അത് കുറച്ചും കൂടി ശക്തമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ദളിതരിൽ ആരൊക്കെ പെടും? ഈ പറയുന്ന ഉത്തരാധുനികതയുടെ പ്രധാനപ്പെട്ട പ്രമേയമാണ് ദളിത് എന്ന് പറയുന്നത്. അതിനകത്ത് സ്ത്രീകൾ വരും, പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങൾ വരും, പ്രത്യേകിച്ച് ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ, ഗോത്ര വിഭാഗങ്ങളൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ നമ്മുടെ മുഖ്യധാര സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരണത്തിന് വിധേയമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളിലും ജീവിതചര്യങ്ങളിലും വേറിട്ട വ്യക്തിത്വം പുലർത്തുന്ന ഒരുപാട് ജനസമൂഹങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ രേഖകളിലൊക്കെ ആദിവാസി സമൂഹങ്ങൾ, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊക്കെ പറയുന്ന ആണ് ഗോത്രവർഗ്ഗക്കാർ. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് പലതരം ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അവർക്ക് ഭാഷകളുണ്ട്, അവർക്ക് പ്രത്യേക വേഷങ്ങളുണ്ട്, അവർക്ക് പ്രത്യേക കലകളുണ്ട്, അവർക്ക് ചില വാദ്യോപകരണങ്ങളുണ്ട്. ഇപ്പോൾ കൊക്കര എന്ന് പറയുന്ന വാദ്യോപകരണം ഉപയോഗിക്കുന്നുണ്ട്. കാണിക്കാരുടെ കൊക്കര എന്ന് പറയുന്നൊരു വാദ്യോപകരണമുണ്ട്. അത് അടിയാന്മാരുടെ കലകളുണ്ട്. അപ്പോൾ അടിയാർ, പണിയർ, മുതുവാൻ, ഊരാളി തുടങ്ങിയിട്ട് നിരവധി ഗോത്ര സമൂഹങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും മലമ്പണ്ടാരങ്ങൾ എന്ന ഗോത്ര സമൂഹമുണ്ട്. പത്തനംതിട്ടയിലും കൊല്ലത്തൊക്കെ കാണുന്നത് മലമ്പണ്ടാരങ്ങളിൽ നിന്ന്. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗോത്ര സമൂഹമാണ് മലയരയർ എന്ന് പറയുന്നത്. അല്ല, മലയരയെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. മലയരയർ എന്നാൽ ഈ മന്ത്രവാദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വെളിച്ചപ്പാട് മുതലായ സ്ഥാനങ്ങളൊക്കെയുള്ള ഒരു ഗോത്ര വിഭാഗമാണ്. അപ്പോൾ കേന്ദ്രീകൃതമായിട്ടുള്ള നേതൃത്വം ഈ ഒരു സമൂഹത്തിനില്ല. മറ്റ് ഗോത്ര സമൂഹങ്ങൾക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നേതൃത്വം ഉണ്ടെങ്കിലും ഇവരിൽ അത്തരം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നേതൃത്വം ഈ ഒരു സമൂഹത്തിനില്ല, ഗോത്ര സമൂഹത്തിനില്ല. മറിച്ച് എന്താണ്, കുടുംബകാരണവർക്ക് പ്രത്യേക സ്ഥാനമഹിമ നൽകുന്ന ഒരു കൂട്ടരാണ് മലയരയർ എന്ന് പറയുന്നത്. അതൊക്കെ ഓർത്തു വെക്കുക. മന്ത്രവാദി, വെളിച്ചപ്പാട് എന്നിവർക്കാണ് ആ ഒരു കൂട്ടത്തിൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ മലയരയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ ആചാരാനുഷ്ഠാനങ്ങളിലും ഈ പറയുന്ന കുടുംബകാരണവർക്ക് പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ടാവും. ഈ മന്ത്രവാദിക്കും വെളിച്ചപ്പാടിനൊക്കെ പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ 4 ഇല്ലക്കാരാണ് അവരുള്ളത്. ആ ഇല്ലങ്ങളെ പേര് ഓർത്ത് വെക്കുക. മുണ്ടില്ലം, വളയില്ലം, പൂതാനി ഇല്ലം, എണ്ണയില്ല എന്നിങ്ങനെ 4 ഇല്ലക്കാരാണ് മലയരയ ഗോത്രത്തിൽ ഉള്ള പ്രധാനപ്പെട്ട. ആ ഗോത്രം നിലനിൽക്കുന്നത് ആ 4 ഇല്ലങ്ങളിലൂടെയാണ്. ഈ പൂജാതി കർമ്മങ്ങളിൽ ആചരിക്കേണ്ട കർത്തവ്യത്തിനനുസരിച്ചിട്ടാണ് ഈ ഇല്ലങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു പൂജ കഴിക്കുന്ന സമയത്ത് ആവശ്യമായ എണ്ണ നൽകേണ്ടവർ, തിരികൾക്ക് തുണി നൽകേണ്ടവർ, കൊടിത്തോരണങ്ങൾ ഒരുക്കുന്നവർ, പൂക്കൾ നൽകേണ്ടവർ എന്നിവരാണ്. അതായത് എണ്ണയില്ലെന്ന് പറയുന്നത് പൂജയ്ക്ക് ആവശ്യമായ എണ്ണ നൽകേണ്ടവരാണ്. മുണ്ടിലെന്ന് പറയുന്നത് തിരിക്ക് ആവശ്യമായ തുണി നൽകുന്നവരാണ്. വളയിലെന്ന് പറയുന്നത് കൊടിതോരണങ്ങൾ ഒരുക്കുന്നവരാണ്. പൂതാനിയില്ലെന്ന് പറയുന്നത് പൂക്കൾ നൽകേണ്ടവരാണ്. ആ തരത്തിലാണ് അതിൻ്റെ പേര് കൂടി വന്നിട്ടുള്ളത്. അതുപോലെ ഗർഭിണികൾക്കും ഋതുമതിയായ സ്ത്രീകൾക്കും വേണ്ടി ഒരുക്കുന്ന ഈറ്റുപുരയുണ്ട്. മലയരയുടെ ഗൃഹനിർമ്മാണമൊക്കെ സവിശേഷമായിട്ടാണ്. ഇന്ന് നമുക്ക് അത്രത്തോളം കാണാൻ പറ്റില്ലെങ്കിലും ഇത് ഒരു 1980കളിലൊക്കെ അവർ കൃത്യമായിട്ട് നല്ല രീതിയിലേക്ക് ഈ പറയുന്ന ഒരു ഗോത്ര സമൂഹമായിട്ട് ജീവിച്ചിരുന്നവരാണ്. ഇപ്പോൾ പുതിയ കാലത്ത് കുറേ മാറ്റങ്ങളൊക്കെ വന്നു. എങ്കിലും ഒന്നും അത്തരത്തിൽ ഈ പറയുന്ന സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലമാണ് അവർ ജീവിക്കുന്നതെന്ന് കാണാൻ പറ്റും. തിരണ്ട് കല്യാണം, വിവാഹം, മുറപ്പണിയ കല്യാണം കഴിക്കലാണ്. അതുപോലെ പ്രസവം, മരണം ഇതിലെല്ലാം വളരെ വിപുലമായ ചടങ്ങുകൾ ഈ വിഭാഗത്തിൻ്റെ ഇടയിലുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവയെല്ലാം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് നാരായണൻ്റെ കൊച്ചേരത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ നോവലിനൊരു ആമുഖം എന്ന രീതിയിലേക്ക് നാരായണൻ പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചേരത്തി എന്ന് പറയുന്ന നോവല് ഇടുക്കി ജില്ലയിലെ മലയരയ സമുദായത്തിൻ്റെ ജീവിതത്തെ മുൻനിർത്തി രചിക്കപ്പെട്ട നോവലാണ് കൊച്ചേരത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളെ അങ്ങോട്ട് ആട്ടി ഓടിച്ചത് ആരാണ്? മനുഷ്യരാകാം, ദൈവമാകാം, ജീവിക്കാൻ അനുവദിക്കാത്ത, അതിന് സമ്മതിക്കാത്ത ദൈവവും മനുഷ്യനുമാകാം. അപ്പോൾ ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തോട് ദൈവത്തിനും നാഗരികനായിട്ടുള്ള മനുഷ്യനും ഉണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു എന്ന ചോദ്യമാണ് കൊച്ചേരത്തി നമ്മോട് ഉയർത്തുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നാരായണനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നോവലിലേക്ക് കടക്കാം. നാരായണൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന മലയരയ ജനവിഭാഗത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു, എഴുത്തുകാരനായിരുന്ന നാരായണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളൊക്കെ ഈ ഗോത്രവർഗ ജനതയുടെ കഥകളാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ കാലഘട്ടത്തിൽ അധികമായിട്ട് രചിച്ചിട്ടുള്ളത്. അദ്ദേഹം പോസ്റ്റ് മാസ്റ്ററായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആദിവാസികളെ കുറിച്ചിട്ട് ഒരു ആദിവാസി എഴുതിയ നോവലാണ് കൊച്ചേരത്തി എന്നത്. അല്ലെ, ആദിവാസികൾ ഇപ്പോൾ നമ്മൾ ബാംബു ബോയ്സ് പോലുള്ള സിനിമകളിൽ ആദിവാസികൾ വളരെ മോശപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
അല്ല, ആദിവാസികൾ എന്ന് പറയുന്നത് വളരെ അപരിഷ്കൃതരാണെന്നും അവർ ഇത്തരം വേഷം കെട്ടി നടക്കുന്നവരാണെന്നും അങ്ങനെ പലതരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ സിനിമയിലും ടെലിവിഷനിലും ചില പുസ്തകങ്ങളൊക്കെ കാണുന്ന, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് കേരള ഗവൺമെൻറ്റിൻ്റെ ഏതോ ഒരു പരിപാടിയിൽ ആദിവാസികൾ എന്ന് പറഞ്ഞ് കുറേ പേരെ കറുത്ത പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്നൊരു പ്രദർശനത്തിൽ ഇരുത്തിയത് വളരെയധികം വിവാദമായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കുറേ തൂവലുകളൊക്കെ ധരിപ്പിച്ചിട്ട്. എന്നാൽ ഇന്നത്തെ ആദിവാസികൾ ആ രീതിയിലേക്കുള്ള വസ്ത്രധാരണമൊന്നുമല്ല നിലനിർത്തുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടി വിയിലും ടെലിവിഷനിലും പറഞ്ഞ സിനിമയിലൊക്കെ കാണിക്കുന്ന ആദിവാസി ജീവിതത്തിന് സത്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലെന്ന് നാരായണൻ്റെ കൊച്ചേരത്തിയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഇതിനൊക്കെ പുരസ്കാരമൊക്കെ കിട്ടിയ കൃതി 1998 പ്രസിദ്ധീകരിച്ച ഒരു കൃതിയാണിത്. 99 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അബുദാബി ശക്തി അവാർഡൊക്കെ ലഭിച്ച കൃതിയാണ്. അതിനുശേഷം ഊരാളിക്കുടി, ചെങ്ങാറും കൂട്ടാളും, വനല വെറുതെ പ്രധാനപ്പെട്ട കൃതി. വന്നല എന്ന് പറയുന്ന ഒരു കൃതി തന്നെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. തിരസ്കൃതരുടെ നാളെ, അതുപോലെ തന്നെ ഈ വഴിയിൽ ആളേറെയില്ല, ആരാണ് തോൽക്കുന്നവർ, നിസ്സഹായൻ്റെ നിലവിളി, പെലമറദം മുതലായ കഥാസമാഹാരങ്ങൾ അതേ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഇടുക്കി ജില്ലയിലെ ഗോത്രവർഗമായ മലയരയരുടെ ജീവിതവും സംസ്കാരവും ചിത്രീകരിക്കുന്ന നോവലാണ് കൊച്ചേരത്തി എന്ന് പറയുന്നത്. ഈ നോവൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. 1947 മുമ്പ് തുടങ്ങിയിട്ട് 1947 ശേഷമുള്ള 2 കാലഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് കൃഷിക്കാരായിട്ടുള്ള ഈ പറയുന്ന മലയരയർ എന്ന് പറയുന്ന ഗോത്രവർഗ ജനതയെ ചൂഷണം ചെയ്യാനായിട്ടെത്തുന്ന വിവിധ കച്ചവടക്കാരായ മനുഷ്യരെ അവരുണ്ടാക്കുന്ന സംഘർഷങ്ങളെയും ഈ നോവൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. വിവിധ കച്ചവടക്കാർ, നിയമപാലകർ, ഗുണ്ടകൾ, മതപരിവർത്തകർ എന്നിങ്ങനെ ഈ പറയുന്ന ജനവിഭാഗത്തിനൊക്കെ, അതായത് കച്ചവടക്കാരെ ഇവരെ ഇടയിൽ കടന്നു വരുന്നുണ്ട്, നിയമപാലകർ, പോലീസുകാർ കടന്നു വരുന്നുണ്ട്, ഗുണ്ടകൾ, ഈ മതം മാറ്റം വരുന്ന മിഷണറിമാർ എന്നിങ്ങനെ വിവിധ ആളുകൾ ഇവരെ സമൂഹത്തിലേക്ക് കടന്നു വരികയും അതോടൊപ്പം തന്നെ പൊതുസമൂഹം ഇവർക്കിടയിൽ ഈ കടന്നു വരുന്നവരും പൊതുസമൂഹവും നടത്തുന്ന ചൂഷണങ്ങളൊക്കെയാണ് വളരെയധികം വിശദമായിട്ട് ഈ നോവൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു പറയുന്ന പലതരം ചൂഷണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംഘർഷങ്ങളെല്ലാം അതിജീവിച്ചിട്ട് കൃഷിക്കാരായിരുന്ന ഈ ഒരു ജനത, ഗോത്രവർഗ ജനത വിദ്യാഭ്യാസവും ഉദ്യോഗവും ലഭിച്ച് നഗരജീവിതവും അതിൻ്റെ പരിഷ്കാരങ്ങളും സാധ്യമായ ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഒരു ചിത്രീകരണം. നമ്മൾ ഈ കാണുന്ന പോലെ ആദിവാസികൾ ഈ പറയുന്ന മരത്തോലും അണിഞ്ഞ് നടക്കുന്നവരല്ല. അവർ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിലൂടെ അവരെങ്ങനെയാണ് ജീവിതത്തിൽ മുന്നിട്ട് പോകുന്നത്. ഈ പറഞ്ഞ അത് ഉത്തരാധുനികതയുടെ സവിശേഷത കൂടിയാണ്. ഉത്തരാധുനികത പലതുകളുടെയും ചെറുതുകളുടെ ആഘോഷമാണ്. ഈ ആധുനിക വിദ്യാഭ്യാസം ലഭിക്കുന്ന ഈ പറയുന്ന ദളിത് മനുഷ്യന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പുകളെ കുറിച്ച് പറയുന്നൊരു ഉയർത്തെഴുന്നേൽപ്പുകൾ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ് 1980 എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ഒരു പുതിയ അനുഭവ പരിസരവുമായിട്ട് ഒരു കൂട്ടം പുതിയ ചിന്തകരും എഴുത്തുകാരും ഒക്കെ കടന്നു വന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ആധുനിക ജീവിതത്തിലേക്ക് പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ആദിവാസി സമൂഹത്തെ അതിൻ്റെ തനിമയും ജൈവികതയും നിലനിർത്തിക്കൊണ്ട് കഥ പറയുന്ന ഒരു നോവലാണ് ഈ പറയുന്ന നാരായണൻ്റെ കൊച്ചേരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ വിഷയം തന്നെ കൈകാര്യം ചെയ്യുന്ന മറ്റ് നോവലുകൾ മലയാളത്തിലുണ്ട്, അത് ഓർത്ത് വെക്കുക. അതായത് ആദിവാസി വിഷയം തന്നെ കൈകാര്യം ചെയ്യുന്ന മറ്റ് നോവലുകൾ എഴുത്തുകാരുടെ പേരും ഓർത്ത് വെക്കുക. അതായത് UA ഖാദറിൻ്റെ വെള്ളൂരമ്മ, ചെമ്പവിഴം, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പൊന്നി, P വത്സലയുടെ നെല്ല്, KJ ബേബിയുടെ മാവേലി മണ്ഡർ എന്നീ നോവലുകൾ ഈ പറയുന്ന ഗോത്രവർഗ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന നോവലുകളാണ്. പ്രത്യേകം ഓർത്ത് വെക്കണം. UA ഖാദറിൻ്റെ വെള്ളൂരമ്മ, ചെമ്പവിഴം എന്ന് പറഞ്ഞ 2 നോവലുകൾ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പൊന്നി, P വത്സലയുടെ നെല്ല്, KJ ബേബിയുടെ മാവേലി മണ്ഡർ, ഈ 5 നോവലുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, 7ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കൃതി കൂടിയാണ് ഈ പറയുന്ന കൊച്ചേരത്തി എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ വ്യവഹാരത്തിനകത്ത് സവിശേഷമായ ഒരു പ്രാധാന്യമുള്ള ഈ പറയുന്ന വംശീയ സാഹിത്യ പ്രമേയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം, അതായത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കൊളോണിയൽ അധിനിവേശത്തിന് ശേഷമുള്ള ഇന്ത്യൻ ജീവിതത്തിനകത്ത്, ഇന്ത്യൻ വ്യവഹാരത്തിനകത്ത് സവിശേഷമായ സ്ഥാനമുണ്ട് വംശീയ സാഹിത്യ പ്രമേയങ്ങൾക്ക്. അപ്പോൾ സംസ്കാരത്തിൻ്റെ ജൈവികതയെയും ബഹുസ്വരതയെയും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് കീഴാള സാഹിത്യ സങ്കല്പങ്ങൾ പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ അധികാര ശ്രേണിയുടെ താഴേക്കിടയിലുള്ള അടിയാളൻ്റെയും തദ്ദേശീയരായിട്ടുള്ള ഗോത്രനിവാസികളുടെയും കഥകൾ അതിൻ്റെ പ്രതിഫലനം എന്നോണം മുഖ്യധാര സാഹിത്യ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ആരംഭിച്ചു.
ആ ഒരു ഭാഗധേയമാണ് നാരായണനെ പോലുള്ള എഴുത്തുകാരുടെ കടന്നുവരവിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ കൊച്ചേരത്തി എന്ന് പറഞ്ഞൊരു പ്രതിഷേധമാണ്. ആവിഷ്കാരങ്ങളുടെ ആന്തരിക ദൗത്യം പ്രതിരോധവും പ്രതിഷേധവുമാണെന്നാണ് ഈ നോവൽ നമ്മളോട് പറയാതെ പറയുന്നത്. അപ്പോൾ തങ്ങളുടെ ജീവിത പരിസരങ്ങളെ ആക്രമിച്ച് കീഴടക്കിയിട്ട് ഗോത്ര തനിമ കവർന്ന് ഗോത്ര ജീവിതത്തെ സ്ഥാപനവൽക്കരിച്ച ആധുനികനെന്ന് മേനി നടിക്കുന്ന നാഗരികരായ മനുഷ്യർക്കെതിരെയുള്ള നിതാന്തമായിട്ടുള്ള സമരമാണ് നാരായണൻ്റെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ വളരെ ഈ പറയുന്ന ആദിവാസി നോവലുകളിൽ, ദളിത് നോവലുകളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃതിയാണ് നാരായണൻ്റെ കൊച്ചേരത്തി എന്ന് പറയുന്നത്. ഇനി നോവലിലേക്ക് കിടക്കുകയാണെങ്കിൽ മലയാള സാഹിത്യത്തിൽ ആദിവാസി ജീവിതം പ്രമേയമാകുന്ന ഈ കൊച്ചേരത്തി എന്ന നോവൽ 1968 രചിക്കപ്പെടുന്നുള്ളത്. അപ്പോൾ ഈ കൊച്ചേരത്തിയുടെ ചരിത്ര പ്രാധാന്യം ഇത് തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ മലയരയ വിഭാഗത്തിൻ്റെ മലയരയ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ നോവൽ പറയുന്നത്. അപ്പോൾ ഈ കൊച്ചേരത്തി എന്ന് പറയുന്ന ആരാണ്? ഈ പേര് കൊച്ചേരത്തി എന്ന പേര്, അതായത് കൊച്ചേരത്തി എന്ന് ഈ നോവലിന് നാമം നൽകാൻ കാരണമായതിനെക്കുറിച്ച് നാരായണൻ പറയുന്നത്, മലയോരത്ത് ഈ പറയുന്ന ചട്ടിയും കലവും ഉണക്കമീനും പുകയിലയും കോറത്തുണി തുടങ്ങിയവ ചുവന്നുകൊണ്ട് വന്ന് തീവിലക്ക് വിറ്റിട്ട് കുരുമുളക്, കശുവണ്ടി, കാപ്പിക്കുരു എന്നിവ കുറഞ്ഞ വിലക്ക് പകരം വാങ്ങി കൊള്ളലാഭം അടിച്ചിരുന്ന് നടന്ന കച്ചവടക്കാർ, അവർ ചെറുപ്പക്കാരായ അമ്മമാരെ വിളിച്ചിരുന്നതാണ് കൊച്ചേരത്തി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന പുറത്തുനിന്നുള്ള കച്ചവടക്കാർ, നമ്മൾ പറഞ്ഞല്ലോ ഈ ആദിവാസികളെ സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ആളുകൾ ചൂഷണം ചെയ്യാനും മതപരിവർത്തനം നടത്താനൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കച്ചവടക്കാർ മലയോരത്ത് നിന്ന് ചട്ടിയും കലവും ഉണക്കമീനും പുകയിലയും കോറത്തുണിയും വന്നിട്ട് അതിനെ ഭയങ്കര തീ വിലക്ക് വിൽക്കും. നല്ല പൈസക്ക് വിറ്റിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്ന എന്താണ്, അവർ അല്ലേ 10 രൂപക്ക് ഒരു രൂപയുടെ സാധനം അവർ 10 രൂപക്ക് വിറ്റിട്ട് നമ്മളെ കയ്യിലുള്ള 10 രൂപയുടെ സാധനം അവർ 1 രൂപക്ക് തിരിച്ചു കൊണ്ടുപോയി. കുരുമുളകും, അതായത് ഈ പറയുന്ന മലയരയിൽ നിന്ന് കുരുമുളകും കശുവണ്ടിയും കാപ്പിക്കുരും വളരെ ചെറിയ പൈസക്ക് അവർ വാങ്ങിച്ചു കൊണ്ടുവരും. അത് നഗരത്തിൽ വലിയ വിലക്ക് വിറ്റിട്ട് അവർ പൈസക്കാരായി. അങ്ങനെ ആ കൊള്ള ലാഭം അടിച്ച് നടന്ന കച്ചവടക്കാർ ചെറുപ്പക്കാരായ അമ്മമാരെ വിളിച്ചിരുന്ന പേരാണ് കൊച്ചേരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആദിവാസി ജീവിതത്തെ വളരെയധികം തനിമയിൽ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് കൊച്ചേരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന അമ്മ തൻ്റെ മകനെ ലാളിച്ചു വളർത്തി അവൻ്റെ തണലിൽ ആശ്വാസം കൊള്ളാൻ ഭാഗ്യമില്ലാതെ പോയ അമ്മ കൊച്ചുകുട്ടിക്കാണ് നാരായണൻ തൻ്റെ നോവൽ സമർപ്പിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും അവരുടെ മകൾ പാർവതിയുമാണ്. അപ്പോൾ അവരുടെ പ്രതിസന്ധികളിലൂടെ, കണ്ണുനീരിലൂടെ, രോഗങ്ങളിലൂടെ, സ്വപ്ന തകർച്ചകളിലൂടെ നാരായണൻ മനുഷ്യാവസ്ഥയുടെ വേറിട്ട ഒരു ഇതിഹാസം രചിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ 100 വർഷം മുമ്പ് കേരളീയ സമൂഹം പ്രവേശിച്ച ആധുനിക പരിസരങ്ങളിലേക്ക് ആദിവാസി സമൂഹം കടക്കാൻ തുടങ്ങുമ്പോഴുണ്ടാകുന്ന ഉദ്യോഗജനകമായിട്ടുള്ള സംഭവങ്ങളാണ് കൊച്ചേരത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ടും ഭാഷാപരമായിട്ടും ആഖ്യാനപരമായിട്ടും ഉള്ള പ്രത്യേകതകൾക്കൊപ്പം കണ്ണിനീറനണിക്കുന്ന ഒരു കഥ കൂടിയാണ് കൊച്ചേരത്തി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുവരെ ഈ പറയുന്ന ആദിവാസി ജനവിഭാഗത്തിൻ്റെ ഭാഷ നോവൽ കടന്നു വന്നിട്ടില്ല, അതുപോലെ അവരുടെ ജീവിതങ്ങൾ കടന്നു വന്നിട്ടില്ല, അവരുടെ ചരിത്രം കടന്നു വന്നിട്ടില്ല. അതൊക്കെ ഈ പറയുന്ന ഉത്തരാധുനികതയിലാണ് മലയാള നോവലിൽ കടന്നു വരുന്നത്, പ്രത്യേകിച്ച് ഈ പറയുന്ന കൊച്ചേരത്തി മുതലായ നോവലുകളിൽ. അപ്പോൾ ഗോത്രവർഗ മനുഷ്യരുടെ ജീവിത രീതികളുടെ അവരുടെ സംസ്കാരത്തെ തനതായ രീതിയിൽ അടയാളപ്പെടുത്താൻ വേണ്ടി സാധിച്ച ഒരു നോവലാണിത്. അതുപോലെ തന്നെ ഈ കൃതിയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അതുതന്നെയാണ്. അപ്പോൾ ആദിവാസി ജീവിതത്തെ ആദിവാസിയായിട്ടുള്ള നാരായണൻ എഴുതുമ്പോഴാണ് അതിന് കൂടുതൽ വ്യക്തത വരുന്നത്, അല്ലേ? അല്ലേ, എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ എഴുതുന്നതിനാണ് കൂടുതൽ ക്ലാരിറ്റി വരുന്നത്. കാരണം ഞാനാണത് കാണുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത്, ഞാൻ അതിൽ തന്നെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വളരെയധികം അതേ വിഭാഗത്തിൽപ്പെട്ട മലയരയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസിയായിട്ടുള്ള നാരായണൻ ആദിവാസി ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ആ ജനതയുടെ സംസ്കാരം അതിനുള്ളിൽ അനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന നിലക്ക് അതിന് കൂടുതൽ വ്യക്തത വരുന്നത് സ്വാഭാവികമാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നോവലിൻ്റെ കഥ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണുമാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് മുന്നിലൂടെയാണ് നോവലിൻ്റെ കാലം കുതിച്ചു വായുന്നത്. അപ്പോൾ അവരുടെ സുഖദുഃഖങ്ങളിലൂടെ, യൗവന വാർദ്ധക്യങ്ങളിലൂടെയാണ് നോവലിൻ്റെ കാലം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. മന്ത്രവാദിയായിട്ടുള്ള വലിയ മുണ്ടൻ്റെ മകനാണ് ഇത്യാദി എന്ന് പറയുന്നത്. ഭാര്യയുടെ മരണശേഷം പുനർവിവാഹത്തിന് തയ്യാറാകാത്ത അയാൾ മക്കളായിട്ടുള്ള കുഞ്ഞാദിച്ചനെയും കുഞ്ഞിപ്പെണ്ണിനെയും വളർത്തി ജീവിക്കുന്നു. അപ്പോൾ ഗോത്ര സമൂഹത്തിൻ്റെ ആചാര മര്യാദകൾ മറന്നിട്ട് കൊച്ചുരാമൻ എന്ന
അനാഥ യുവാവിന് കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്യാദി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വജാതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്ന എതിർവാദങ്ങൾ അയാൾ അവഗണിക്കുകയും അങ്ങനെ ഈ കുഞ്ഞിരാമനും കുഞ്ഞിപ്പെണ്ണിന് ജനിക്കുന്ന ഒരു മകനുണ്ട്, കുഞ്ഞിക്കുട്ടൻ. അപ്പോൾ ഈ കാട്ടുതീയിൽ പെട്ടിട്ട് കുഞ്ഞിക്കുട്ടൻ മരണപ്പെടുന്നു. അപ്പോൾ സാരമായിട്ട് പൊള്ളലിട്ട കുഞ്ഞിപ്പെണ്ണിനും കൊച്ചുരാമനും വർഷങ്ങൾക്ക് ശേഷം പാർവതിയും ശേഖരൻ എന്ന് പറഞ്ഞ 2 മക്കൾ ജനിക്കുന്നു. അപ്പോൾ കുഞ്ഞാദിച്ചനും ഭാര്യ പാപ്പിയും മക്കളും ഗോത്ര ജീവിതത്തിൻ്റെ കുടുംബ സംഘർഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പം നിരന്തരമായിട്ടുള്ള അധ്വാനത്തിൻ്റെയും സംഘർഷങ്ങളുടെയും ലോകമാണ് ജീവിതം എന്ന് ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഈ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികൾ, കച്ചവടക്കാർ, വനം വകുപ്പ് എങ്ങനെയാണ് മലയോര സമൂഹത്തിനെ ചൂഷണം ചെയ്യുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ എന്നത് ഈ നോവലിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികൾ നടത്തുന്ന, അതായത് രാഷ്ട്രീയക്കാർ നടത്തുന്ന, കച്ചവടക്കാർ നടത്തുന്ന, വനം വകുപ്പ് നടത്തുന്ന, ഈ പറയുന്ന മലയോര സമൂഹത്തിൻ്റെ മുകളിൽ നടത്തുന്ന ചൂഷണങ്ങളെ എതിർക്കാനും അതിനെ തകർക്കാനും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധി വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കിയ മലയോരയിൽ കുട്ടികളെ വിദ്യാഭ്യാസമുള്ളവരാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് കണ്ടത്തിൽ കൃഷ്ണപിള്ളയാണ്. അദ്ദേഹം അരയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ചുക്കാൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുരാമൻ്റെ മകളായിട്ടുള്ള പാർവതി കാടിൻ്റെ ആചാരങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതിബന്ധമില്ല. അപ്പോൾ പുതിയ തലമുറയിൽ എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റം വരുന്നതെന്നാണ്. പുതിയ തലമുറ ഈ പറഞ്ഞ പാരമ്പര്യത്തെ, അത് ഉത്തരാധുനികതയുടെ ഒരു സവിശേഷത കൂടിയാണ്. എന്താണ്? പാരമ്പര്യത്തെ പൂർണ്ണമായിട്ട് നിരസിക്കുക, ആ പാരമ്പര്യ മൂല്യങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊച്ചുരാമൻ്റെ മകളായിട്ടുള്ള പാർവതിക്ക് കാടിൻ്റെ ആചാരങ്ങളോടും യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയില്ല. അവൾ നാട്ടിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ചു, ഇതിൽ ഉദ്യോഗസ്ഥയായിട്ട് നാട്ടിൽ തന്നെ ഒരാളെ പ്രണയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ എതിർത്തു വിവാഹത്തിന്. അപ്പോൾ എന്താ, ഈ പാർവതി പ്രണയിതാവിനോടൊപ്പം ഒളിച്ചോടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൊച്ചുരാമൻ അസംതൃപ്തനാണ്. എന്താണ്, അദ്ദേഹം കൊച്ചുരാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഗോത്ര വർഗ സമൂഹത്തിൻ്റെ കാവലാളായിട്ട് അവിടെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറ വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന സംസ്കാരത്തോട് എങ്ങനെയാണ് അവർ പ്രതിപത്തി പുലർത്തുന്നത്, അവർ മാറുന്നതിനെ കുറിച്ച് കാണാൻ പറ്റും. അതുപോലെ ഈ ആദിവാസി ഗോത്രവർഗ സമൂഹത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന, അല്ലെങ്കിൽ ദളിത് സമൂഹത്തിന് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വലിയൊരു വിപത്താണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചുരാമൻ്റെ ആരോഗ്യത്തെ കള്ളെന്ന് പറയുന്ന ലഹരി വസ്തു വളരെയധികം നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാടിൻ്റെ സംസ്കൃതിയിൽ കാടിൻ്റെ മക്കൾക്ക് കാടിൻ്റെതായ വൈദ്യം ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാകുന്ന അദ്ദേഹം പക്ഷേ അവിടെ നിന്ന് ആധുനിക വൈദ്യത്തിനായിട്ട് നഗരത്തിലെ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിലെത്തുന്ന കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും ഓപ്പറേഷനെ കുറിച്ചിട്ട് കേട്ടിട്ട് പേടിച്ചിട്ട് രാത്രിയിൽ തന്നെ ആരും അറിയാതെ അവിടെ നിന്ന് എങ്ങോട്ടൊന്നില്ലാതെ രക്ഷപ്പെടുന്നതോട് കൂടിയിട്ടാണ് നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിദ്യാഭ്യാസം നേടിയിട്ട് പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യർ, ഈ പറയുന്ന മലയോര സമുദായത്തിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യർ പൂർണ്ണമായിട്ട് ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറുന്ന സമയത്ത് പഴയ തലമുറ ആ പാരമ്പര്യത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കാതെയും അതിനെ മുറുകെ പിടിക്കുകയും, എന്നാൽ അതേ സമയത്ത് അവർക്ക് ഈ പറയുന്ന ആധുനികതയിലുള്ള സാങ്കേതികമായ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു കാര്യമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ ഈ ആധുനിക ജീവിതം എങ്ങനെയാണ് അവരെ ബാധിക്കുന്നതെന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും ആധുനിക ജീവിതത്തിൻ്റെ ഈ പറയുന്ന ആധുനിക വൈദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷനെ പേടിച്ചിട്ട് രക്ഷപ്പെടുന്നുള്ളത്. അപ്പോൾ കൊച്ചുപിള്ളയും കണ്ടത്തിൽ കൃഷ്ണപിള്ളയും കൊച്ചിപ്പൻ ചെട്ടിയും ദേവസ്യയും തുടങ്ങി പുതുതലമുറയുടെ പ്രതിനിധികളായിട്ടുള്ള മാധവനും പാർവതിയും പത്മനാഭനും ശേഖരനും രാഘവനും എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഈ നോവലിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ 3 തലമുറകളിലായി നീണ്ടു കിടക്കുന്നതാണ് ഈ നോവലിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പറയുന്ന ഗോത്രവർഗ മനുഷ്യരുടെ ജീവിതത്തെ തനതായ രീതിയിൽ കൃത്യമായി ആവിഷ്കരിച്ച ഒരു നോവലാണ് കൊച്ചേരത്തി എന്ന് പറയുന്നത്. അപ്പോൾ മലയാളിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വത്വബോധത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ആ ഗോത്ര നിവാസികൾ എന്ന് പറയുന്നത്. പരസ്പര ആശ്രയത്വമില്ലാതെ തനത് സംസ്കാര പരിരക്ഷയുള്ള പൂർണ്ണരായ മനുഷ്യരാണ് അവർ. അപ്പോൾ ഗോത്ര ജീവിതത്തിൻ്റെ ഈ സമ്പൂർണ്ണതയെയാണ് നാരായൺ കൊച്ചേരത്തിയിൽ ഉപയോഗപ്പെടുത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഗോത്ര ജീവിതത്തിൻ്റെ വ്യതിരിക്തതയിൽ അഭിമാനിക്കുകയും എന്നാൽ സ്വാസ്ഥ്യം കെട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർത്തൃത്വത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ് എഴുത്തുകാരനെ നോവലിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് പരിക്കേൽപ്പിക്കാത്ത, എന്നാൽ
ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിന് സമാന്തരമായിട്ടുള്ള ഒരു ബദൽ ജീവിതത്തിൻ്റെ രാഷ്ട്രം നിലനിർത്തുന്ന ജനജീവിതം എന്ന നിലയിലാണ് ഗോത്ര ജീവിതത്തിൻ്റെ സൂക്ഷ്മത നോവലിൽ ആഖ്യാനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനൊരു പറ്റും. അപ്പോൾ P.A. പോക്കർ പറയുന്നത് പോലെ ചരിത്രപരവും ആഖ്യാനപരവുമായിട്ടുള്ള സവിശേഷതകൾ ഗൗരവമായി പഠിക്കപ്പെടേണ്ട ഒരു നോവലാണ് ആദിവാസി സാഹിത്യകാരനായിട്ടുള്ള നാരായൺ വായനക്കാർക്ക് സമ്മാനിച്ചിരിക്കുന്നതെന്ന് ചുരുക്കം പറയാം നമുക്ക്. അപ്പോൾ ഗോത്രവിഭാഗത്തിൻ്റെ സാമാന്യമായ അടിത്തറയാണ് കൊച്ചേരെത്തിയെ സ്പർശിക്കുന്നത്. അപ്പോൾ നോവലിൻ്റെ പേരിൽ പോലും കൃത്യമായിട്ടുള്ളൊരു ഗോത്രബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. മലയരയുടെ കഥയാണ് ഈ നോവലിൽ പറയുന്നത്. അതുകൊണ്ടാണ് അരയൻ്റെ ഭാര്യയെ വിളിക്കുന്ന പേരായിട്ടുള്ള കൊച്ചേരെത്തി എന്ന് പറയുന്ന പദത്തെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നോവൽ തുടങ്ങുമ്പോൾ ഈ പറയുന്ന നോവലിസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ സ്വയമേവ ഒരു കൊച്ചേരെത്തിയുടെ മകനാണെന്ന് പറഞ്ഞിട്ടാണ് എഴുത്തുകാരൻ നോവലിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ കൊച്ചേരെത്തി മലയരയ സമുദായത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ 10-60 വർഷത്തെ ജീവിതത്തെക്കുറിച്ചാണ് കുറിയിടുന്നത്. ഈ നോവലിനകത്ത് മലയര സമുദായത്തിൻ്റെ ഒരു 10-60 വർഷത്തെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അല്ലേ, ഈ നോവലിനകത്ത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥക്ക് തുരങ്കം വെക്കാതെ, പരിക്കേൽപ്പിക്കാതെ, എന്നാൽ ആധുനികനായിട്ടുള്ള മനുഷ്യൻ്റെ സമാന്തരമായിട്ടുള്ള ഒരു ബദൽ ജീവിതമാണ് ഈ നോവലിനകത്തുള്ള ആദിവാസികൾ മലയരയിൽ മുന്നോട്ട് വെക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ പറയുന്ന 60 വർഷത്തെ കാലഘട്ടം മലയരയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയൊരു കാലഘട്ടമാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം അല്ലേ. നോവലിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും, കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ചിട്ട് കഠിനാധ്വാനം ചെയ്ത് പുലരുന്ന സ്വയം പര്യാപ്തമായിട്ടൊരു സമുദായം. അപ്പോൾ എന്നാൽ ആ സമുദായത്തെ കാട്ടിലെ മൃഗങ്ങളെക്കാൾ ക്രൂരമായിട്ട് വഞ്ചിക്കുന്ന, ദ്രോഹിക്കുന്ന മനുഷ്യരും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടവും ആ ജീവിതത്തിലുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ക്രമേണ ഒരു പരിധി വരെ ചൂഷണങ്ങളിൽ നിന്ന് അറുതി നേടി അറിവിൻ്റെ വെളിച്ചത്തിലേക്കും ഉദ്യോഗങ്ങളിലേക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും വളരുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രം നോവലിൽ തെളിയുന്നുണ്ട്. അപ്പം മാറ്റങ്ങളുടെ ഗുണദോഷ നിരൂപണത്തിനല്ല, ജീവിതത്തിൻ്റെ തനിമയാർന്ന ചിത്രീകരണത്തിനാണ് നാരായൺ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസമാണ് ആദിവാസി ജനതയ്ക്ക്. അപ്പോൾ ഈ നോവലിനകത്ത് നമുക്ക് അതിനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ആദിവാസി ജനതയ്ക്ക് മാറ്റം ഉണ്ടാക്കുന്നത് അല്ലെ. ഏതൊരു വിഭാഗം ജനതയ്ക്ക്, ഇപ്പം പ്രദീപം പാമരിക്കുന്നിൻ്റെ എരിയ എന്ന നോവലുണ്ട്, അതിനകത്ത് വിദ്യാഭ്യാസമാണ് ഈ പറയുന്ന ദളിത് വിഭാഗം ജനതയ്ക്ക് ശക്തി നൽകുന്നതെന്ന് പറയുന്നുണ്ട്. B.R. അംബേദ്കർ അത് തന്നെയാണ് പറയുന്നത്. എന്താണ്, ഇവർക്ക് ഈ പറയുന്ന ദളിത് മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകണം. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്താണ് മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് അവർ താങ്കൾ നേരിടുന്ന ചൂഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ആ ചൂഷണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രതികരിക്കാം എന്ന രീതിയിലൊക്കെയുള്ളൊരു പ്രാപ്തി അവർ നേടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അപ്പോൾ വിദ്യാഭ്യാസമാണ് ഈ പറയുന്ന ആദിവാസി ജനതയുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം പകരുന്നുള്ളത്, അറിവിൻ്റെ വെളിച്ചത്തിലേക്ക്. അതായത് ഈ പറഞ്ഞ ചൂഷണങ്ങളിൽ നിന്ന് അറിവ് നേടി അറിവിൻ്റെ വെളിച്ചത്തിലേക്കും നല്ല സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലേക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും ഈ ഒരു സമൂഹം വളരുന്നതിൻ്റെ ചിത്രം ഈ നോവലിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പറയുന്ന ഈ തുടക്കത്തിൽ ഈ കാട്ടുമൃഗങ്ങളോടും ഈ പറഞ്ഞ ചൂഷണങ്ങളോടും വെല്ലുവിളികളെയും നേരിടേണ്ടി വരുന്ന, അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയമാകേണ്ടി വരുന്ന, പിന്നീട് ഈ പറയുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു വരുന്ന ആ ഒരു ഗോത്രവിഭാഗത്തിൻ്റെ മാറ്റങ്ങളുടെ ഗുണദോഷ നിരൂപണത്തിനല്ല, മറിച്ച് എന്താണ് അവരനുഭവിക്കുന്ന ജീവിതത്തിന് അതേപടി ആവിഷ്കരിക്കുകയാണ് നാരായൺ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ദളിത് മനുഷ്യർക്കായിക്കോട്ടെ ആദിവാസി വിഭാഗത്തിനായിക്കോട്ടെ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കിയത് വിദ്യാഭ്യാസമാണ്. എങ്കിലും അതിനു മുമ്പ് തന്നെ ചൂഷകവർഗത്തിനോട് അല്ലേ, ആ ചൂഷകവർഗത്തിൽ പോലീസുകാർ വരാം, രാഷ്ട്രീയ അധികാരികൾ വരാം, കച്ചവടക്കാർ വരാം, അങ്ങനെ പലരും വരാം. അപ്പോൾ അവരോട് എതിർത്ത് നിൽക്കാനും അവർ കാണിക്കുന്ന നീതികേടിനോട് പ്രതികരിക്കാനുമുള്ള ഒരു ശ്രമം അവരിൽ വളർന്നു തുടങ്ങിയതായിട്ട് കാണാൻ പറ്റും. അതായത് വിദ്യാഭ്യാസം നേടുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പ്രതിരോധത്തിനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ളൊരു ശേഷി അവർ നേടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ നോവലിനകത്ത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ കാലങ്ങളായിട്ട് താങ്കൾ പറ്റിക്കപ്പെടുകയാണ്. അതായത് ഇവരിൽ നിന്ന് 10 രൂപക്ക് കുരുമുളക് വാങ്ങിച്ചിട്ട് 100 രൂപക്ക് പുറത്ത് കൊണ്ടു വെക്കുന്നു. എന്നിട്ട് പുറത്തുനിന്നൊരു സാധനം 5 രൂപ വരെ സാധനം ഇവിടെ വന്നിട്ട് 100 രൂപക്ക് വെക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ താങ്കൾ ചൂഷണത്തിന് വിധേയമാകുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ആരും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ തിരിച്ചറിവിൽ നിന്നാണ് കാര്യങ്ങൾ മാറേണ്ടതാണെന്ന തോന്നൽ കൊച്ചുരാമനെ പോലെ കുഞ്ചറിയെ പോലെ ചിലയിലുണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് കായികമായിട്ടുള്ള ഈ പറയുന്ന ചെറുത്ത് നിൽപ്പുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കൂടി രൂപപ്പെട്ടതോടെ ഒരു സമുദായം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് തീർച്ചയായും മറ്റൊരു വേഷം കാണാൻ പറ്റും അല്ലേ. എന്താണ്, നന്നായി വൈദ്യം അറിയാവുന്ന വസൂരിയെ പോലും പേടിക്കാത്ത കൊച്ചുരാമൻ വയറുവേദന മാറാൻ വേണ്ടിയിട്ട് സോഡാകാരത്തിൽ അഭയം തേടുന്നത് ഉണ്ട്.
ഒടുവിൽ ഓപ്പറേഷൻ പായുന്ന ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ മകൻ ശേഖരൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ പ്രത്യേകിച്ച് പണിയില്ലാതെ പിന്നെ പണിയൊന്നും ചെയ്യാതെ ഉത്തരവാദിത്തമൊന്നുമില്ലാതെ അലഞ്ഞ് നടക്കുന്നത് ഒരിക്കലും സ്വയം പര്യാപ്തരായിരുന്ന ഒരു സമൂഹം അല്ലേ, സ്വന്തമായിട്ട് ജ്ഞാനപാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ നഷ്ടങ്ങളുടെ വർത്തമാനം കൂടെ പറയുന്നത് അല്ലേ. നമ്മൾ ഒരേ സമയത്ത് അവരിങ്ങനെ ഉയർന്നു വന്നു എന്ന് പറയുമ്പോഴും ഈ നോവലിൻ്റെ അവസാനത്തിൽ ഈ പറയുന്ന കൊച്ചുരാമന് അത്രയല്ലേ വസൂരി പോലുള്ള മാരകമായ അസുഖത്തിന് പോലും മരുന്നറിയാവുന്ന, അതിനെ പോലും പേടിക്കാത്ത ഈ ഒരു കൊച്ചുരാമൻ വയറുവേദന മാറാൻ വേണ്ടിയിട്ട് സോഡാകാരം കഴിക്കുകയും പിന്നെ അത് വയറുവേദന കൂടിയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ രക്ഷപ്പെടുന്നുണ്ട്, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചുരാമൻ്റെ മകന് അല്ലേ, പിതാവ് വലിയൊരു വൈദ്യനായിരുന്നു, ആ മകനാണെങ്കിൽ ശേഖരൻ ഒരു ജോലിയും ഇല്ലാതെ നടക്കുകയാണ്, പുതുതലമുറയുടെ പ്രതിനിധി. അപ്പോൾ ഒരേ സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു തരത്തിൽ ഈ പറയുന്ന സമുദായത്തിൻ്റെ വളർച്ചയെ ഉന്നമനത്തെ കാണിക്കുമ്പോൾ തന്നെ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ അവർക്കുണ്ടായ നഷ്ടങ്ങൾ കൂടി ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അനിതര സാധാരണമായിട്ടൊരു ആഖ്യാന സങ്കേതമാണ് ഈ പറയുന്ന നോവലിന് വേണ്ടിയിട്ട് നാരായൺ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ മലയാള സാഹിത്യത്തിൽ അതുവരെ വരേണ്യ രൂപകങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ചന്തുമേനോൻ്റെ ഇന്ദുലേഖ തൊട്ടുള്ള നോവലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വരേണ്യമായ ജീവിതങ്ങളെയാണ് പ്രമേയമാക്കിയിട്ടുള്ളത്. വളരെ ഒറ്റപ്പെട്ട 1-2 കൃതികൾ മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ അതിനകത്ത് പോലും ഈ ആദിവാസി ജീവിതത്തെക്കുറിച്ച് ഒറ്റ നോവലുകൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ വരേണ്യ രൂപങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ട് കീഴാള ആഖ്യാന തന്ത്രമാണ് ഈ നോവലിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. കൃത്രിമമായിട്ടുള്ള മര്യാദകളോ അലങ്കാര സമ്പുഷ്ടതയൊന്നും ഇതിനകത്ത് കാണാൻ പറ്റില്ല അല്ലേ. ഇതിൻ്റെ അകത്തുള്ള ഭാഷയിലുടനീളം സാമാന്യവും തെളിച്ചമുള്ള പ്രയോഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മായ്ച്ചു കളയാനാകാത്ത ഗോത്രഭാഷ വഴക്കം നമ്മുടെ ആഖ്യാനശീലങ്ങൾക്ക് അത്ര പരിചിതമല്ല, എന്നാലും സങ്കീർണമല്ല. എന്താണ് ഇതിനകത്ത് ഈ പറയുന്നല്ലേ, നാരായൺ നല്ല ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളാണ്, എങ്കിലും ഈ പറയുന്ന അദ്ദേഹം ഗോത്രവർഗ്ഗക്കാരനായത് ആ ഗോത്രഭാഷ വഴക്കങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. അത് വളരെയധികം എളുപ്പമുള്ളതൊന്നല്ല, നമുക്ക് അത്രത്തോളം എളുപ്പത്തിൽ വഴങ്ങുന്നതല്ല, അതേപോലെ അത് സങ്കീർണമായ ഒന്നല്ലെന്ന് കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ നമുക്ക് ഈ വായനയിൽ ചിലൊരു ആയാസം കാണാൻ പറ്റും. എന്താണ്, ഒരു ഇടവേളകളിലോ അല്ലെങ്കിൽ വിവരണങ്ങളോ കൂടാതെ ഒരു സന്ദർഭത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ വായനയിൽ ചെലുത്താവുന്ന ഒരു ആയാസം ഒരു പ്രശ്നമായിട്ട് കാണാൻ പറ്റും. എങ്കിലും ഈ ഒരു ആഖ്യാന നിർമ്മിതിയിൽ തന്മയത്തെ അതിനെ മറികടക്കുന്നു. കാരണം ഇത് പറയുന്നത് ഒരു ആദിവാസി എഴുതിയാണ്, ആദിവാസികളെ കുറിച്ച് എഴുതിയാണ്. അപ്പോൾ അവരുടെ ഭാഷ ഇതിനകത്ത് കടന്നു വരും, അല്ലെങ്കിൽ അവരുടെ ഭാഷാ പ്രയോഗങ്ങൾ കടന്നു വരും. അത് നമുക്ക് വായനയിൽ മുഖ്യധാര മനുഷ്യന് വായനയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ആഖ്യാനം നിർമ്മിച്ചത്, അതായത് ഈ നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപം നിർമ്മിച്ചതിലുള്ള പ്രത്യേകതകൾ കൊണ്ട് അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഉത്തരാധുനികത കാലത്ത്, അതായത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ പ്രസക്തമാണ്, അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കഥാപരിസരമാണ് കൊച്ചേരത്തി ചൂണ്ടിക്കാണിക്കുന്നുള്ളത് അല്ലെ. ഇന്നും ഈ പറയുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ 1-2 കളക്ടറേറ്റുകളുടെ മുമ്പ് വശത്ത് ഇന്നും സമരം നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ പോലെ പല ആദിവാസി സമരങ്ങൾ കണ്ടു അല്ലെ, ഗോത്രവിഭാഗങ്ങളുടെ സമരങ്ങൾ നടന്നു. ഇപ്പോഴും ഗോത്രവിഭാഗത്തിലോട്ട് പല മനുഷ്യരും അവർക്കുള്ള അവകാശങ്ങൾ ലഭിക്കാതെ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. മറ്റൊന്ന് ഈ പറയുന്ന അല്ലേ, നമ്മൾ MTയുടെ നോവലുകളും ഈ പറഞ്ഞ ചന്തുമേനോൻ ഇന്ദുലേഖയൊക്കെ മുഖ്യധാര സദസ്സുകളിലും ഒക്കെ കാണുന്ന സമയത്ത് ഈ പറയുന്ന കൊച്ചേരത്ത് എത്ര സദസ്സുകളിലാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് സാഹിത്യ ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്, ലിറ്റററി ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. എത്ര ഫെസ്റ്റുകളിൽ ഈ പറയുന്ന ആദിവാസി നോവലുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര മുഖ്യധാര സദസ്സുകളായ എഴുത്തുകാരനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പം അതായത് കാണുന്നില്ല അക്ഷരം എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ, ഊർവിയിൽ ഒരുവരുമില്ലാതെ പോയല്ലോ എൻ്റെ വംശത്തിൻ്റെ ചരിത്രം കഥ എഴുതി വച്ചിടുവാൻ എന്ന് പൊയ്യൽ അപ്പച്ചൻ പറഞ്ഞ പോലെ കണക്ക് തന്നെ ഇപ്പോഴും ഇവരെ ഈ പറയുന്ന ഓർക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നാരായൺ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വംശമാണ് എൻ്റെ പരാജയത്തിന് കാരണം എന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക, എൻ്റെ വംശമാണ് എൻ്റെ പരാജയത്തിന് കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കലയുടെ വരേണ്യ ബോധ്യങ്ങളിൽ നിന്ന് ബഹിഷ്കൃതമാക്കപ്പെടുന്ന, അവമതിക്കപ്പെടുന്ന ഒരു ജനതയുടെ പ്രതിഷേധമായിട്ടും അതുപോലെ തന്നെ വിലാപമായിട്ടും കൊച്ചേരത്തി മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയവും സാമുദായികവുമായിട്ട് ഗോത്രജീവിതം ശക്തിപ്പെടുന്ന, വിദ്യാഭ്യാസത്തിലുള്ള ഉന്നതിയിലെത്തുന്ന ഒരു തലമുറയുടെ പ്രതിനിധാനങ്ങളാണ്
എങ്ങനെയാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കടന്നുവരവ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഗോത്രവിഭാഗങ്ങൾക്ക് പരിരക്ഷ കടന്നു വരുന്നതും പിന്നെ ആധുനിക സംസ്കാരം ആധുനിക സംസ്കാരത്തിൽ മെഡിക്കലും ഒക്കെ കടന്നു വരുന്ന സമയത്ത് അതെങ്ങനെയാണ് ഗോത്ര സംസ്കൃതിയിൽ ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. തനതായിട്ടുള്ള ഗോത്ര ഭാഷാ ശൈലിയിൽ കൂടി എഴുതപ്പെട്ട ഒരു നോവലാണിത് എന്നുകൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഇതിനകത്ത് പിന്നെ ഇപ്പോൾ മലയിലെ അരയന്മാർക്കാ നല്ല കാലം, കുരുമുളകിന് വില കൂടുകയാണല്ലോ എന്നൊരു ചോദ്യം, ഒരു വാക്കുണ്ട്. അത് പറയുന്നത് കുഞ്ഞമ്മദാണ്. ഇതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പോൾ മലയിലെ അരയന്മാർക്കാ നല്ല കാലം, കുരുമുളകിന് വില കൂടുകയല്ലേ, അത് കുഞ്ഞമ്മദാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ, ഈ പറയുന്ന ആദിവാസി ജീവിതങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ പറഞ്ഞ നമ്മൾ അവസാനം പറഞ്ഞ, അതായത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും മുഖ്യധാരാ സാഹിത്യത്തിൻ്റെ ഭാഗമായി തുടങ്ങിയതിൻ്റെ സത്ഫലമാണ് നാരായണൻ്റെ രചനകൾ. തീർച്ചയായിട്ടും അതെ അല്ലെ. നമ്മൾ ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനത പറയുന്നത് സ്ത്രീകളുണ്ട്, ആദിവാസികളുണ്ട്, ദളിതരുണ്ട്, കുട്ടികളുണ്ട്, പരിസ്ഥിതിയുമൊക്കെ ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ചരിത്രത്തിൻ്റെ മുഖ്യ ഭാഗമായിട്ടുള്ള അവരെക്കുറിച്ച് ആരും നല്ല രീതിക്ക് എഴുതിയിട്ടില്ല, അവരെ പ്രശ്നങ്ങൾ എഴുതിയിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഫലമാണ് ഈ പറയുന്ന കൊച്ചേരത്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 1970കളിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹിത്യത്തിൽ കടന്നു വന്ന ദളിത് ചിന്താപദ്ധതിയുടെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ദാർശനിക തലം, അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കൃതി കൂടിയാണ് ഇതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതിനകത്ത് കുറേ ചോദ്യങ്ങൾ വരാം. എന്താണ്, കൊച്ചേരത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കൊച്ചിരാമനും കുഞ്ഞിപ്പെണ്ണാണ്. അരയക്കുടിലുകളിൽ അറിവിൻ്റെ വെളിച്ചം പകരാനെത്തി കഴിഞ്ഞത് കണ്ടത്തിൽ കൃഷ്ണപിള്ളയാണ്. അതുപോലെ ആദിവാസികളുടെ ജീവിതത്തെ അവതരിപ്പിച്ച മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് കൊച്ചേരത്തിയാണ്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഊരാളിക്കുടി എന്ന നോവൽ രചിച്ചതാരെന്ന് ചോദിക്കാം, അതും നാരായൺ തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ പിന്നെ ഇപ്പോൾ കൊച്ചേരത്തി കേരളത്തിലെ ഗോത്ര സമൂഹമായ മലയരയെക്കുറിച്ച് ഒരു ഗോത്രവിഭാഗക്കാരൻ എഴുതിയത് നോവലാണ്. അതിന് വിശദീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഈ നോവലിൻ്റെ ഒരു നോട്ട് കൂടി നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് തവണ ഓടിച്ചു വിട്ട് വായിച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ.